പ്രത്യേക വിഭാഗങ്ങളുടെ സംഘടിതമായ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് മലയാള സിനിമയിലേക്ക് കോടികൾ ഒഴുകുന്നുവെന്ന വിവരത്തെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ചില സമുദായങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും മറ്റു ചിലരെ പ്രകീർത്തിക്കാനുമായി ബോധപൂർവം സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മുൻപ് പലതവണ പലരും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ലൂസിഫറും കടുവയും ഭീഷ്മരുമൊക്കെ കളം നിറഞ്ഞാടുമ്പോൾ മലയാള സിനിമ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുവോ എന്ന സംശയം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരികയാണ്. ഒപ്പം മയക്കുമരുന്നിൻ്റെ വികാര രംഗം കൂടിയായി മലയാള സിനിമാ മേഖല മാറിക്കഴിഞ്ഞുവെന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, മലയാള സിനിമയെ ചില ലൂസിഫറുകൾ വിഴുങ്ങാൻ ശ്രമിക്കുന്നുവോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു പ്രമുഖ സിനിമാ സംവിധായകൻ രാമസിംഹൻ, പ്രശസ്ത ധ്യാനഗുരുവും സിനിമാ നിർമ്മാതാവ് കൂടിയായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ BC, കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ. മൂന്ന് പേർക്കും ഈ ഡിബേറ്റിലേക്ക് സ്വാഗതം. ശ്രീ രാമസിംഹൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങയുടെ ആദ്യത്തെ സിനിമ മുഖമുദ്ര എന്ന സിനിമയാണ്. ഏതാണ്ട് 30-35 വർഷങ്ങൾക്ക് മുമ്പ് തിലകൻ ഡബിൾ റോളിൽ അഭിനയിച്ച മുഖമുദ്ര എന്ന ഒരു സിനിമ അങ്ങ് സംവിധാനം ചെയ്തു. ആ കാലഘട്ടത്തിലെ ഒരു ഹിറ്റ് സിനിമയായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അവസാനമായി അങ്ങയുടേതായി പുറത്തു വന്ന സിനിമ പുഴ മുതൽ പുഴ വരെയാണ്. ഈ കാലഘട്ടത്തിനിടയിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ നിർമ്മാണ മേഖലയിൽ, അതുപോലെ തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യകളിൽ, ഒപ്പം പ്രമേയങ്ങളിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങയുടെ അനുഭവങ്ങളിൽ നിന്ന് ഒന്ന് പറയാൻ പറ്റുമോ? 88 മുഖമുദ്രയ്ക്ക് മുമ്പ് ഒരു അവാർഡ് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. 85 മുതലാണ് തിരുവനന്തപുരത്ത് ഞാൻ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെടുന്നത്. 85 മുതൽ സിനിമാ രംഗത്ത് ഞാനുണ്ട്. അതിന്റെ മുന്നേ പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 77 ബാലനടനായിട്ടാണ് ഞാൻ യഥാർത്ഥ സിനിമയിൽ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും സിനിമയുടെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സിനിമ പണ്ട് കാലത്ത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് ഒരു കുടുംബത്തെയാണ്. എപ്പോഴും ഒരു കുടുംബത്തെ മുന്നിൽ കണ്ടാണ് സിനിമ ഉണ്ടാക്കുക. അപ്പോൾ കുടുംബത്തെ മുന്നിൽ കാണുമ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ. അപ്പൊ അന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കൈ മാത്രം കൗണ്ടറിലേക്ക് വന്നാൽ പോരാ. ആ കൈ കൗണ്ടറിൽ വരുമ്പോൾ 5 ടിക്കറ്റ് എടുക്കണം. കുടുംബമായിട്ട് തിയേറ്ററിലേക്ക് വരുന്ന സിനിമകൾ ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തിന് ഒരുമിച്ചിരുന്ന് കാണാവുന്ന സിനിമകൾ എന്ന അർത്ഥത്തിലാണ് അതിൽ തന്നെ നമ്മൾ വേണമെങ്കിൽ ആക്ഷൻ, കോമഡി, ഫാമിലി എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം. അതിനിടയിൽ ഒരു വൃത്തികെട്ട ഒരു ട്രാക്കും കൂടി ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ സെക്സ് സിനിമകളും ഉണ്ടായിരുന്നു. അത് കാലകാലങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട് അന്നത്തെ കാലം. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് സാങ്കേതികതയാണ്. അന്ന് സത്യത്തിൽ മുൻപ് സിനിമ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇന്ന് അത്ര കോസ്റ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ. കാരണം അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഫിലിമിലാണ്. ഒരു അടി ഫിലിമിന്റെ വില അന്ന് വലിയ വിലയാണ്. ഒരു ക്യാൻ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 അടി 10 മിനിറ്റ് ഷൂട്ട് ചെയ്യേണ്ട ഒരു ഇതിന് വലിയൊരു തുക നമ്മൾ കൊടുക്കണം. ആ ഫിലിം മേടിച്ചാൽ പോരാ, അത് ഡെവലപ്പ് ചെയ്യണം, പ്രിന്റ് ചെയ്യണം, ഒരുപാട് പ്രോസസ് ഉണ്ട് അന്ന്. അതേപോലെ ഇന്നത്തെ പോലെ വലിയ ഹെവി ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് ചെലവ് കൂടുതലായിരുന്നു സത്യത്തിൽ. ഇപ്പൊ ചെലവില്ല, കാരണം വീഡിയോയിലാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവേണ്ടത് സിനിമയുടെ കോസ്റ്റ് കുറയുന്ന ഒരു പ്രവണതയാണ് വേണ്ടത്. പക്ഷെ ഇന്ന് നേരെ മറിച്ച് കോസ്റ്റ് കൂടുകയാണ്. അതിനേക്കാളും വലിയ മാറ്റം വന്നത് 2010 വരെയാണ് നമുക്ക് ഏകദേശം നല്ല ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ വന്നത്. 2010 ശേഷം ഈ സിനിമയുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറി, എങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. 2014 നമുക്ക് ഗൂഗിളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ അറിയാം ഒരു പുതിയ ധാര. കാരണം അന്ന് വരെയും സിനിമയുടെ പിന്നണിയിൽ പ്രേം നസീർ, അങ്ങനെ കുറച്ച് മുസ്ലിംസ് മാത്രമേ, കൊച്ചിൻ ഹനീഫ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നപ്പോഴും അവരെ പോലും സിനിമാ നടന്മാര് അവര് മതത്തിനെതിരാണ് എന്ന് വിവക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് മുസ്ലിങ്ങൾ സാധാരണ സിനിമയിൽ വരില്ല, വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് പിടിച്ചു നിൽക്കാൻ. അപ്പം
പ്രേം നസീറും വളരെ കുറച്ച് ആൾക്കാരാണ് സിനിമയിൽ ഹീറോ ആയിട്ട് വന്നിട്ടുള്ള പ്രേം നസീർ. അപ്പോ അന്ന് വരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിലാണ് സിനിമയെ കണ്ടത്. അത് നമുക്ക് ഹറാമായിട്ടുള്ള ഒരു മേഖലയാണ് സിനിമ എന്നുള്ള രീതിയാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് തപ്പി നോക്കൂ, ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 2014 പുതിയ ഒരു ആലോചന വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന, കുടുംബങ്ങളെ ആകർഷിക്കുന്ന ആ സിനിമ മേഖല എന്തുകൊണ്ട് മതബോധനത്തിന് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത വരുന്നത് 2014. അതിന്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രോ ഇസ്ലാമിക് സിനിമ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഇന്ത്യയിൽ വരുന്നത്. കേരളത്തിൽ വരുന്നത്. ഇന്ത്യയിൽ നേരത്തെ ഉണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് കിടക്കണ്ട. അമിതാഭ് ബച്ചന്റെ സിനിമകളിലൊക്കെ അവിടെ ഫണ്ടിങ് പോലും ഇതേപോലെ ഇസ്ലാമിക് ഫണ്ടിങ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഹിന്ദി. പക്ഷെ കേരളത്തിൽ അതുണ്ടായിരുന്നില്ല. അപ്പൊ കേരളത്തിലെ നമ്മൾ നിർമ്മാണതാക്കൾ നോക്കുകയാണെങ്കിൽ ജൂബിലി ജോയ് തോമസ്, ചെറുപുഷ്പം കൊച്ചേട്ടൻ, ഔസേപ്പച്ചൻ, അപ്പച്ചൻ, പിന്നെ തിരുവനന്തപുരത്തുള്ള നവോദയ പോലെയുള്ള ആദ്യകാല ബാനറുകൾ, ഉദയ, പ്രമുഖരായിട്ടുള്ള വളരെ എന്താണ് ഈ സിനിമയെ കുറിച്ച് നന്നായി അറിയുന്ന പ്രമുഖരായിട്ടുള്ള വലിയ വലിയ ഉദയ മുതൽ ഇങ്ങനെ നോക്കുന്ന വലിയ കമ്പനികൾ, സെൻട്രൽ, അതിന്റെ അവസാനത്തെ കണ്ണിയാണ് സെൻട്രൽ പിക്ചേഴ്സ്. ഇവരൊക്കെ തന്നെയും സജീവമായിട്ട് സിനിമയിലുണ്ടായിരുന്നു. പക്ഷെ ആ സിനിമയിൽ ഉണ്ടായപ്പോഴും അവർ എത്തിക്സ് വിട്ടിട്ടുള്ള ഒരു കളിയും സിനിമയിൽ ഉണ്ടായിരുന്നില്ല. സബ്ജക്ട് കേട്ടാൽ അവർ പറയും ഇത് ഫാമിലി ഉൾക്കൊള്ളില്ല, അല്ലെങ്കിൽ ഇത്. അപ്പൊ അവര് നിന്ന സ്ഥലത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ വേണമെങ്കിൽ അങ്ങനെ വളരെ ചുരുങ്ങിയ കാലത്ത് ഇവരൊക്കെ പിന്മാറുകയാണ്. ജൂബിലി പോയി, ജൂബിലി മാരുതിയുടെ മറ്റേ രംഗത്തേക്ക് മാറി, ഔസേപ്പച്ചൻ മാറി, അപ്പച്ചൻ മാറി, ചെറുപുഷ്പം കൊച്ചേട്ടൻ മാറി, മറ്റേ നമ്മുടെ പ്രമുഖരായിട്ടുള്ള സെൻട്രൽ പിക്ചേഴ്സ്, സെഞ്ചുറി, എല്ലാരും പിന്മാറിയിട്ട് പിന്നെ ഒരു പുതിയ തരംഗം വരുന്നു. അവിടെയാണ് നമ്മൾ എന്താണ് പുതിയ ന്യൂജൻ, സത്യത്തിൽ ന്യൂജൻ അല്ല, ആ ന്യൂജനിന്റെ കൂടെയാണ് ഈ പറയുന്ന കഞ്ചാവും ഈ ചൈനസും ഒക്കെ സിനിമയിലേക്ക് ഒരുമിച്ചാണ് പ്രവേശിക്കുന്നത്. ഇപ്പൊ ഇടുക്കി ഗോൾഡ്, അതിന് മുന്നേ നമുക്ക് പറയാം പ്രോ ഇസ്ലാമിക് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ KL10, ശരിക്കും പറഞ്ഞ സിനിമ തുടങ്ങുന്നത് അവിടെയാണ്. KL10 എന്നുള്ള സിനിമ ആ കാലഘട്ടത്തിൽ എന്റെ അടുത്തും വന്നിരുന്നു. അന്ന് ചെറിയ ഒരു കോടിക്കൊക്കെ സിനിമ തീരുന്ന സമയത്ത് എന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഓഫർ ചെയ്ത് 2 കോടി രൂപയാണ്. സബ്ജക്ട് കേൾക്കണം എന്ന് പറഞ്ഞു. സബ്ജക്ട് കേട്ടപ്പോൾ സംഗതി ലവ് ജിഹാദാണ്. ഒരു മുസ്ലിം ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രേമിക്കുന്നു, വിവാഹം കഴിക്കുന്നു, ഒടുവിൽ കൊണ്ടുവന്ന് വീട്ടിലോട്ട് കയറ്റുമ്പോൾ മതം മാറ്റി വീട്ടിലേക്ക് കയറ്റുന്നു, സൗഖ്യത്തോടെ ജീവിക്കുന്നു. ഇതാണ് കഥ. കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സിനിമ ചെയ്യാം, പക്ഷെ അവസാനത്തെ സീൻ ഞാൻ മാറ്റും. അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ മുസ്ലിം ഹിന്ദു പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഉമ്മ ഒരു നിലവിളക്ക് എടുത്തിട്ട് മോളെ നീ അകത്തേക്ക് കയറിക്കോളൂ എന്ന് പറയുന്നു. നിനക്ക് ഞാൻ ഒരു റൂം ഒഴിവാക്കിയിട്ടുണ്ട്, അവിടെ നിന്റെ ഈശ്വരനെ വെച്ച് പ്രാർത്ഥിച്ചോളൂ, നീ ഇവനെയല്ലേ പ്രേമിച്ചത് എന്ന് പറയുന്ന സീനാക്കും അവസാനം. പിന്നെ ആളെ കണ്ടിട്ടില്ല, അപ്പൊ വിട്ടു. അപ്പൊ അന്ന് മുതൽ ഈ സിനിമാക്കാരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിദേശത്തു നിന്നുള്ള വിദേശ ഫണ്ടുകൾ വന്നിരുന്നു എന്നുള്ളത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് അറിയാം. അങ്ങനെ സാധാരണഗതിയിൽ നമുക്കറിയാം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ പടം ഇപ്പൊ 104 തിയേറ്റർ റിലീസ് ചെയ്യും. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാവുന്ന സെന്റേഴ്സ് വെറും 200 ഈ 200 സെന്ററിലും 3 ആഴ്ച കളിക്കാവുന്ന, 4 ആഴ്ച കളിക്കാവുന്നത് ഏറ്റവും അധികം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു 30 തിയേറ്ററുകളാണ്. ബാക്കിയൊക്കെ ഒരാഴ്ച കളിക്കാവുന്ന തിയേറ്ററുകൾ. അപ്പൊ ഈ ചെറിയ ഒരു പ്രേക്ഷകരെ വെച്ചിട്ടാണ് മലയാള സിനിമ ഓടുന്നത്. ആ ചെറിയ പ്രേക്ഷകരിൽ നിന്ന് എത്ര പണം നമുക്ക് സ്വരൂപിക്കാം, ആ ഒരു കണക്ക് നമുക്കറിയണ്ടേ. അപ്പൊ പലർക്കും അറിയാത്തൊരു കണക്കുണ്ട്, ഗ്രോസും നെറ്റും. ഗ്രോസ് എന്ന് പറഞ്ഞ ടാക്സ് കട്ട് ചെയ്യാതെ ഒരു തിയേറ്ററിൽ കിട്ടുന്ന പണമാണ്. ആ ടാക്സ് കിട്ടാതെ കിട്ടുന്നത് 1 ലക്ഷം രൂപയാണെങ്കിൽ നിർമ്മാതാവിന്റെ കയ്യിൽ കിട്ടുന്നത് 25-നും 30-നും ഇടയ്ക്കാണ്. അതായത് തിയേറ്ററുകാരുടെ 25,000 മുതൽ 30,000 വരെ. അതെ, അതായത് 25%-നും 30%-നും ഇടയിലേ കിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ചു, 100 കോടി ചെലവാക്കിയ ഒരു പടം എത്ര കോടി കളക്ട് ചെയ്താലാണ് 100 കോടി കിട്ടുക? 400 കോടി കളക്ട് ചെയ്യണം. ഇന്നത്തെ മലയാളത്തിന്റെ സാഹചര്യത്തിൽ അതില്ലാന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം.
ഇനി 100 കോടി ക്ലബ് അല്ല, 200 കോടി ക്ലബ്, 200 കോടി ക്ലബിൽ പണം എത്തിയാലും 50 കോടിയെ നിർമ്മാതാക്കളുടെ കയ്യിലേക്ക് വരുള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു തലയുമാരില്ലാതെ 100-150 കോടി രൂപ ഈ സിനിമ രംഗത്തേക്ക് വിദേശത്ത് നിന്ന് ഇറങ്ങുന്നത്. അതില് ഈ വിദേശത്ത് നിന്ന് ഇറങ്ങുന്ന സിനിമയില് ഈ 100 കോടി വന്നിട്ട് എങ്ങോട്ടാ പോകുന്ന അറിയില്ല. അല്ലെങ്കിൽ അത്രമാത്രം വലിയ ഹ്യൂജ് സെറ്റുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. സാധാരണ പൃഥ്വിരാജിന്റെ സിനിമ, അതല്ലെങ്കിൽ വേറൊരു സിനിമ, ആ സിനിമയിലേക്ക് 100 കോടി ചെലവാക്കുന്നു. ആ 100 കോടി, നമുക്ക് 100 കോടി എന്ന് പറയുന്നു, കളക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാഴ്ചയെ ഓടി ഉണ്ടാവുള്ളൂ, 2 ആഴ്ച ഓടിയാ കട്ടി. പക്ഷെ എന്നിട്ടും അതെന്താ പറയുന്നത്, അത് ഈ 100 കോടി ക്ലബിലെത്തി. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ 100 കോടി ക്ലബ് എന്നാണ്. പക്ഷെ ഇവർ ഈ 100 കോടി ക്ലബിന് 100 കോടി ഇവരെ കയ്യിൽ എത്തുന്നുണ്ട്. അത് എവിടെ നിന്ന് എത്തുന്നു? അതാണ് അടുത്ത ചിന്ത വരുന്നത്. അപ്പൊ ഇവര് കുറച്ച് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ഓവർസീസ് ഞങ്ങൾക്ക് വേണം, ആർട്ടിസ്റ്റ് ഓവർസീസ് കാര്യം. ഇതെന്തിനാ ഈ ഓവർസീസ്? വിദേശത്തു നിന്നുള്ള പണമാണ് ഓവർസീസ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ പറയുന്ന ഈ ഹവാല സിനിമാക്കാർക്ക് മുഴുവനും ഗൾഫില് ഗോൾഡൻ വിസയുള്ള ആൾക്കാരാണ്. ഈ ഗോൾഡൻ വിസയുള്ള ആൾക്കാർക്ക് ഗൾഫിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗൾഫിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. ഗൾഫിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ആ ബാങ്ക് അക്കൗണ്ടിൽ ഇന്ത്യയിലേക്ക് വരുന്ന പണം എന്താണ്? ഒറിജിനൽ മണിയാണ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ബ്ലാക്ക് മണിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൃത്യമായിട്ട് സിനിമ ഉപയോഗിച്ചുള്ള ഹവാല പ്ലസ് ഹവാല പണം ഇവരുടെ പോക്കറ്റിലേക്ക് എത്തുന്നുണ്ട്. 2 രീതിയിലാണ്. നേരിട്ട് ഗൾഫിൽ നിന്ന് വരുന്ന വിദേശ ഫണ്ട് ഇവരുടെ കയ്യിലേക്ക് എത്തുന്നു. അതുകൂടാതെ വിദേശത്ത് നിന്ന് മറ്റൊരു ഫണ്ടും കൂടി ഇവരുടെ കയ്യിലേക്ക് എത്തുന്നു. അത് ഈ ഡിസ്ട്രിബ്യൂഷന്റെ പേരും പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇരുതല മറ്റേ മൂർച്ചയുള്ള ഒരു വാളാണ് അവരെ സംബന്ധിച്ചോളം. 2 സ്ഥലത്തു നിന്ന് അവർക്ക് പണം കിട്ടുന്നത്. ഈ പണത്തില് പ്രധാനമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറെ സിനിമകൾ. ഒന്ന് ക്രിസ്ത്യൻ ഫ്രാൻസ് പോലുള്ള സിനിമകൾ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കും, ക്രിസ്തു മതത്തെ ചോദ്യം ചെയ്യുക. രണ്ടാമത് ഹിന്ദു മതത്തെ ചോദ്യം ചെയ്യുക. അത് നമുക്ക് ധാരാളം സിനിമകൾ കാണാം. എനിക്ക് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, പിന്നെ ഹലാൽ ലവ് സ്റ്റോറി, ഇങ്ങനെ തുടങ്ങി കുറെ. ഇതിന്റെയൊക്കെ വിഷയങ്ങൾ എന്താണ്? ഇതിന്റെ വിഷയങ്ങളൊക്കെ ഒരു പ്രോ ഇസ്ലാമിക് വിഷയങ്ങളാണ് ഇവർ മുഴുവൻ എടുത്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ ഈ പറയുന്ന ജിഹാദി വൽക്കരണത്തിലൂടെ സിനിമയുടെ മുഴുവൻ താരങ്ങളെയും അവരിലേക്ക്, ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രമുഖ താരങ്ങളെയൊക്കെ അവർക്ക് വട്ടം വിട്ട് പിടിക്കാൻ പറ്റി. കാരണം വലിയ എമൗണ്ടാണ് കൊടുക്കുന്നത്. ഒരു നടൻ അർഹിക്കാത്ത പണമാണ് അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ വറ്റിയിലേക്ക് എത്താൻ പറ്റും. മറ്റൊന്ന്, ഇവരിലൂടെയുള്ള പ്രൊമോഷൻ നിങ്ങൾ വിചാരിക്കുന്ന പോലില്ല. ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞത്, ഒരു അതായത് ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന സീൻ സിനിമയിലുണ്ടെങ്കിൽ ആ നിർമ്മാതാവിന് ഫണ്ട് കിട്ടുമ്പോൾ, അതായത് ഹാഷിഷ് ഉപയോഗിക്കുക, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക, ഈ അങ്ങനെയുള്ള സീനുകൾ സിനിമയിൽ ഉൾപ്പെടുത്തിയാൽ ലക്ഷക്കണക്കിന് രൂപ പുറമേ നിന്ന് ഫണ്ടിങ് കിട്ടും. അത് സെൻസർ ചെയ്ത് പുറത്തിറക്കേണ്ട ഡ്യൂട്ടിയൊക്കെ അവർ ചെയ്തോളും. ഒരു കട്ടുമില്ലാതെ ഇത്തരം സീനുകൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ആ രീതിയിൽ ഈ സിനിമാ മേഖലയിലൂടെ എളുപ്പം, നമുക്കറിയാം യങ്സ്റ്റേഴ്സിന് എപ്പോഴും ഏറ്റവും വലിയ ഹരം നിലവിലിരിക്കുന്ന സിനിമ ആ ഗ്ലാമറാണ്. ആ ഗ്ലാമർ ഇത് കൊള്ളാമെന്ന് ആ രീതിയിൽ ഇപ്പൊ നമുക്കറിയാം, പല ഇന്റർവ്യൂ നമ്മുടെ ഈ നടന്മാരുടെ ഇന്റർവ്യൂ കണ്ടാൽ പക്ക കഞ്ചാവ് അടിച്ചിട്ടാണ് സംസാരിക്കുന്നത്, നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇതൊരു ട്രെൻഡാണ്. അവർക്ക് ഉപയോഗിക്കാം, ഇവർക്ക് ഉപയോഗിക്കാം. അതിൽ പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നു, ചരസ് വലിക്കുന്നു, വെള്ളം അടിക്കുന്നു. ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഈ ക്യാമ്പസിലൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു മനസ്സ് പെട്ടെന്ന് അതിലേക്ക് പോവുകയും ഇവരൊക്കെ തന്നെയും ഈ ലഹരിയുടെ വഴിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ 2 രീതിയിലാണ്. ഒന്ന്, ലഹരിക്കുള്ള മാർക്കറ്റ് വലുതാക്കുക. അതിലൂടെ സൂപ്പർ സ്റ്റാറുകളിലൂടെ, ഇവിടുത്തെ കുട്ടികൾ ആരാധിക്കപ്പെടുന്ന നടീനടന്മാരിലൂടെ ഈ ലഹരിയുടെ വിങ് വലുതാക്കുക. ഒന്ന് നോക്കൂ, നമ്മൾ ചുരുങ്ങിയ വർഷം കൊണ്ട് LKG വരെ ലഹരി എത്തി. വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട്. ഇതാരാ പ്രൊമോട്ട് ചെയ്തത്? ആ പ്രൊമോഷൻ മുഴുവൻ ഏറ്റെടുത്തത് സിനിമയാണ്. ഇപ്പൊ നാളെ സിനിമാക്കാരെ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം, പക്ഷെ സത്യമാണ്. ലഹരി നമുക്കറിയാം. ഞാനൊക്കെ കുഞ്ഞുനാളിലെ സിനിമ കാണുമ്പോൾ അന്ന് ബീർ ഇങ്ങനെ വലിയ കാനിലേക്ക് പതച്ചൊഴിക്കുമ്പോൾ ഇതൊന്നും
കുടിക്കണം എന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഈ ബീർ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതെന്തോ മധുരമുള്ള സാധനമാണ്, ഒന്ന് വലുതായി കിട്ടിയ മീശ മുളച്ചാൽ നമുക്ക് കുടിക്കാമെന്ന് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇത്. വളരെ എളുപ്പമാണ്. ഒരു സ്റ്റാമ്പ് നാവിൽ വെച്ചാൽ മതി, അതല്ലെങ്കിൽ ഒരു പുകയെടുത്താൽ മതി. ഒരൊറ്റ ശ്വാസത്തിന് മേൽ 24 മണിക്കൂർ ലഹരി കിട്ടും. പിന്നെ അതുമല്ല, ഇങ്ങനെ അഴിഞ്ഞാടുക. നമ്മൾ എനിക്കൊക്കെ സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു സിനിമയിൽ ഒരു ഭാഷയിൽ ഒരു തെറിയുടെ അംശമുള്ള ഒരു ചെറിയ കഷ്ണം കിട്ടിയാൽ പോലും അപ്പൊ ഞാനത് കട്ട് ചെയ്യും. അത് വേണ്ട, ഇതൊരു കുടുംബം കാണുന്ന സിനിമയല്ലേ, നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. ഇതങ്ങനെയല്ല. ആലോചിച്ചു, പച്ചത്തെറി, പച്ചയായ തെറി കുറച്ചു കാലം മുമ്പ് വരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു കഴിഞ്ഞ ചില നാളുകൾ. പക്ഷെ ഇപ്പോ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് തെറി പറയുക. ഇപ്പൊ എന്തും പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ കുളിമുറിയിൽ പോലും പറയാത്ത ഭാഷ പരസ്യമായിട്ട് ഉപയോഗിക്കാം. ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവത്തിനെയും അതിന്റെ പേരിൽ വിളിച്ചു പറയണം. അതിലിപ്പോ എന്താ? അതെ, ഈ അടുത്ത കാലത്ത് വന്ന ചുരുളി പോലെയുള്ള സിനിമകളിലൊക്കെ പച്ചത്തെറി വിളിച്ചു പറയുന്നത് അതെന്തോ ഒരു വലിയ മഹത്തരമായ കാര്യമായിട്ട് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് തോന്നുകയാണ്. കോടതി അംഗീകരിച്ചു കൊടുത്തു. അപ്പൊ ഇതെങ്ങനെ സെൻസർ ബോർഡിൽ നിന്ന് ഇറങ്ങുന്നത്? അപ്പൊ അവിടെയും ബ്ലാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം സിനിമകൾ ഇറങ്ങണമെങ്കിൽ ഈ സെൻസർ ബോർഡ് മെമ്പർ അംഗീകരിക്കണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും കോടികൾ മുടക്കുമ്പോൾ ആ സെൻസർ ബോർഡ് മെമ്പർമാരെ ചാക്കിട്ട് പിടിക്കാൻ ഇവർക്ക് കഴിയുന്നു. ഒരു കാലത്ത് ഇപ്പൊ ഈ വർഷമാണ് ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരെ പുറത്താക്കിയത് ഇതിന്ന്. കാരണം ഇവർക്ക്, ഞാനത് രാഷ്ട്രീയം പറയുകയല്ല, ഇടതുപക്ഷത്തിന് അവരുടെ ഒരു ചിഹ്നമുണ്ടല്ലോ, ചെഗുവേര. ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെഗുവേര എന്ന് പറഞ്ഞാൽ ആ ചുരുട്ടിൽ അയാളുടെ ചുണ്ടത്തെപ്പോഴും കഞ്ചാവിന്റെ ഒരു കുറ്റി കാണും. അത് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു എന്താണ് പറഞ്ഞത്, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ പല കോളേജുകളിലും അവർ വരച്ചു വെച്ച ചിത്രങ്ങൾ എന്താണെന്ന്. ഈ കുട്ടികൾ മുതൽ യുവാക്കളായിട്ടുള്ളവരെയും മുതിർന്നവരെയും ഒക്കെ ഒത്തിരി സ്വാധീനിക്കാനുള്ള വലിയ ഒരു പരിശ്രമം ഇതിന്റെയൊക്കെ പുറകിലുണ്ട് എന്നുള്ള കാര്യം വളരെ വാസ്തവമാണ്. ഞാൻ തിരിച്ചു വരാം. ഫാദർ മൈക്കിൾ പനച്ചിക്കൽ അങ്ങൊരു സിനിമ എടുത്തിരുന്നല്ലോ, കന്മഴ പെയ്യും മുൻപേ. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിന് മുൻപേ പറന്നത് എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷെ ആ കഥയുടെ പേരും അതിൻ്റെ കഥയും ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ ഒരു പയ്യൻ പിടിക്കപ്പെടുന്നു, അവനെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു, അങ്ങനെ അവരുടെ കുടുംബജീവിതം എല്ലാം തകരുന്നു. സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുന്ന അധ്യാപകൻ പോലും അവിടെ പാർട്ടി ക്ലാസ്സുകൾ കൊടുക്കുന്നു, മയക്കുമരുന്നിൻ്റെ വ്യാപനം, ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ കന്മഴ പെയ്യും മുമ്പ് എന്ന സിനിമ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്ന് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സിനിമ എടുക്കുവാൻ, അങ്ങനെ ഒരു പ്രമേയം സിനിമയാക്കുവാനായിട്ട് അച്ഛന് ലഭിച്ച പ്രചോദനം എന്തായിരുന്നു? 2010 ഈ സിനിമ റിലീസായത്, കന്മഴ പെയ്യുന്നുമ്പേ. ഇവിടെ രാമസിംഹ സാർ പറഞ്ഞ പോലെ അന്ന് സെല്ലുലോയിഡിൽ ചിത്രം എടുക്കേണ്ട ഒരു സമയമായിരുന്നു. എങ്കിലേ സിനിമയുടെ ഒരു സ്റ്റാറ്റസ് അംഗീകരിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ സെല്ലുലോയിഡ് എടുത്ത ഒരുപക്ഷെ അവസാനത്തെ സിനിമയായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും അത് ബോധവൽക്കരണത്തിന്റെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. സിനിമ അങ്ങേയറ്റം മനുഷ്യനെ ബോധവൽക്കരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നല്ല പരസ്യങ്ങൾ എത്രമാത്രം മനുഷ്യനെ ബോധവൽക്കരിക്കുന്നു, അതുപോലെ സിനിമയ്ക്കിടയിൽ ഒരു നടൻ വലിക്കുന്ന ഒരു സിഗരറ്റിന്റെ ബ്രാൻഡ് പോലും തീർച്ചയായിട്ടും അത് കാണുന്ന യുവാക്കളെ പ്രത്യേകിച്ച് അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ വളരെ സത്യമായി. ഈ അടുത്ത കാലത്ത് ഈ സർഫ് എക്സലിന്റെ ഒരു പരസ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്താണ് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പയ്യൻ അവന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവൻ്റെ ഡ്രസ്സെല്ലാം വളരെ മുഷിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം അമ്മ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ ഇവൻ്റെ ജേഴ്സി ഊരി വളരെ പാവപ്പെട്ട ഒരു കൊച്ചിന് ഫുട്ബോൾ കളിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അമ്മ അതിൽ വളരെ സന്തോഷിക്കുന്നു. അമ്മ ഈ കൊച്ചിനെ, തൻ്റെ കുഞ്ഞിൻ്റെ ആ സൽപ്രവൃത്തിയിൽ അവൾ സന്തോഷിച്ച് കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പരസ്യം ഈ സർഫ് എക്സലിൻ്റെ പരസ്യത്തിൽ കണ്ടു. അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് തോന്നി ഇതുപോലെയുള്ള പരസ്യങ്ങളൊക്കെ കൊടുക്കാൻ അത്രമാത്രം ജ്ഞാനമുള്ള അവരുടെ ആ ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കണമെന്നുള്ള ചിന്ത വന്നപ്പോൾ വാസ്തവത്തിൽ അതിനുശേഷം ഞാൻ സർഫ് എക്സൽ വാങ്ങിക്കാൻ തുടങ്ങി.
അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കുട്ടികളിലേക്ക് വ്യാപിക്കുന്നു എന്നത് എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അധ്യാപകരുടെ സ്വാധീനം, പ്രത്യേകിച്ച് സഭയെയും സഭയുടെ വിശ്വാസത്തെയും കെടുത്തിക്കളയാൻ വേണ്ടി ഉള്ള ശ്രമങ്ങള്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് മതമില്ലാത്ത ജീവൻ എന്ന പേരിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പാഠപുസ്തകത്തില് ഒരു പ്രത്യേക ലെസൺ, അതായത് മതത്തിന് വലിയ പ്രസക്തിയില്ല, വിശ്വാസത്തിന് പ്രസക്തിയില്ല എന്ന മട്ടില് മനുഷ്യരെ ബോധവൽക്കരിക്കുന്ന തരത്തില് കുട്ടികളുടെ മനസ്സിൽ അടിച്ച് ഏൽപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് പ്രതികരിക്കണം. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആ സിനിമയിൽ ബോധവൽക്കരിക്കാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ഈ പറയുന്ന പോലെയുള്ള സ്വാധീനങ്ങൾ, സിനിമയിലൂടെ വരുന്ന അല്ലെങ്കിൽ പൊതുരംഗത്ത് നിന്ന് വരുന്ന സ്വാധീനങ്ങളെ ഒന്ന് തിരുത്തുക. മറ്റൊന്ന്, വിശ്വാസമാണ് പ്രതികൂല സാഹചര്യത്തില് ഒരു വ്യക്തിയെ അതിനെ അതിജീവിച്ച് നിൽക്കുവാനായിട്ട് സഹായിക്കുന്നത്. അതിനകത്ത് തെലയൻ ചേട്ടന്റെ ഒരു കഥാപാത്രമുണ്ടല്ലോ, പൈലിച്ചേട്ടൻ. അപ്പൊ അദ്ദേഹം പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസം കൊണ്ട് അതിനെ അതിജീവിച്ച് നിൽക്കുന്ന ഒരാളായിട്ട് കാണുകയാണ്. ആ വിശ്വാസമില്ലാത്തൊരു പെട്ടെന്ന് അടിവതറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഇതിന്റെയൊക്കെ അപകടം എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. അതായിരുന്നു ഈ സിനിമയുടെ ഇതിന്റെ പിന്നിലെ പ്രവർത്തനത്തിന്റെ കഷ്ടപ്പാടിന്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന ചേതോവികാരം അതായിരുന്നു. ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ആ സിനിമ കുറച്ചുകൂടെ തിയേറ്ററുകളിൽ നന്നായിട്ട് ഓടിയേനെ എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അന്ന് അതൊരു വാസ്തവത്തിൽ തിയേറ്ററിൽ ഇതൊരു പരാജയമായിരുന്നല്ലോ. കളക്ഷന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും രാമസിംഹൻ സാർ പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല ഈ പ്രൊഡ്യൂസറിന് പൈസ തിരിച്ചു മുഴുവൻ കിട്ടുക എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ കരുതുന്നത്, ഇപ്പോഴായിരുന്നെങ്കിൽ അത് ബ്രാൻഡ് ചെയ്യപ്പെടുമായിരുന്നു. അത് കൂടുതൽ അതിനെ ചിലപ്പം എതിർക്കുന്ന ഒരു ശക്തി വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അത്രയും എതിർപ്പ്, വളരെ രഹസ്യമായിട്ടുള്ള എതിർപ്പേ ഉണ്ടായുള്ളൂ. ഇന്നായിരുന്നെങ്കിൽ പരസ്യമായിട്ട് എതിർക്കപ്പെട്ടേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ പ്രമേയത്തിന് ഇന്നും പ്രസക്തി ഉണ്ടെന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ തന്നെ കണ്ടു, ഒരു യുവ ഡോക്ടർ കൊല്ലപ്പെട്ടത് ഒരു അധ്യാപകൻ, മയക്കുമരുന്നിന് അടിമയായ ഒരു അധ്യാപകൻ കുത്തിക്കൊല്ലുക. എത്ര ദാരുണമായ ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ പിള്ളേര് മാത്രമല്ല, അധ്യാപകരും കൂടെ ഇപ്പോൾ മയക്കുമരുന്നിന് അടിമകളായി തീരുന്നു എന്നുള്ള അന്ന് അച്ഛൻ ആ 13 വർഷങ്ങൾക്ക് മുമ്പെടുത്ത സിനിമയിൽ ഇങ്ങനെയുള്ള പ്രമേയം തന്നെയാണ് അവതരിപ്പിച്ചത്. അതെ, ഇത് അതിനുശേഷം 10 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അഭിനന്ദ കല്ലറങ്ങാട്ട് തിരുമേനി പാലാ ബിഷപ്പ് ഈ കാര്യത്തെക്കുറിച്ച് പരസ്യമായിട്ടൊരു പ്രസ്താവന നടത്തിയത്. അപ്പൊ അന്ന് അതിന് എന്തുമാത്രം എതിർപ്പുണ്ടായിരുന്നു നമുക്കറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ആ രീതിയിൽ അന്ന് 13 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തപ്പോൾ അന്ന് ഇത്രയും എതിർപ്പ് ഉണ്ടായില്ല. അതിനെ അവഗണിക്കുകയാണ് ചെയ്തത്. അവഗണിക്കുക എന്നൊരു മെത്തേഡാണ് എതിരാളികൾ പ്രയോഗിച്ചത്. എങ്കിലും ശക്തമായ എതിർപ്പിനെ നേരിടേണ്ടി വന്നിരുന്നു. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ കെവിൻ പീറ്റർ, ഈ അടുത്ത കാലത്ത്, ഈ അടുത്ത ദിവസങ്ങളിലാണ് പ്രശസ്ത സിനിമാ താരം ടെനി ടോം അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടായി. കേരളത്തിലെ പ്രശസ്തനായ ഒരു നടന്റെ അദ്ദേഹത്തിന്റെ പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗം മൂലം. ഈ നാളുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പല വാർത്തകളും അറിയുന്ന ചില യുവാക്കളായിട്ടുള്ള നടന്മാർ ഒക്കെ ഈ കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളാണ്, അവർ സെറ്റുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മലയാള സിനിമ ഇതുപോലെയുള്ള മയക്കുമരുന്ന് ലോബിയുടെ പിടിയിൽ അമർന്നു കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് അങ്ങേക്ക് എന്താ മനസ്സിലാകും? ശരിക്കും ഇപ്പോഴത്തെ രാമസിംഹൻജി വ്യക്തമായി ആ പഴയ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള കലയും ബിസിനസ്സും സമന്വയിപ്പിച്ചു കൊണ്ടുപോയിരുന്ന ആ നല്ല മലയാള സിനിമ ഇന്നില്ല. ആ സിനിമാ രംഗവും ഇന്നില്ല. ഇന്നുള്ളത് എന്ന് പറയുന്നത് ശരിക്കുമുള്ളത് മതപരമായ അജണ്ട വെച്ചുകൊണ്ട് ലാഭം പോലും ലക്ഷ്യം വെക്കാതെ മതപരമായ അജണ്ടകളോടെ ഒരു 60% പേർ, പിന്നെ ഒരു 30% പേർ അവർ ബിസിനസ് മാത്രമാണ്. അവർക്ക് എന്തായാലും കുഴപ്പമില്ല, സ്വന്തം കുടുംബത്തിലുള്ള ആരെങ്കിലും കൂട്ടിക്കൊടുത്താലും കുഴപ്പമില്ല, അവർക്ക് പണം കിട്ടണം, പ്രശസ്തി കിട്ടണം. അപ്പോൾ അവർ എപ്പോഴും വേണമെങ്കിലും ഈ പറയുന്ന 60%-വുമായിട്ട് യോജിച്ചു പോകുവാൻ തയ്യാറാണ്. പിന്നെയുള്ളത്
യഥാർത്ഥ കലയ്ക്ക് വേണ്ടിയിട്ട് ആ കലയോടുള്ള സ്നേഹം കൊണ്ട് നല്ല ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം എന്ന് കരുതിക്കൊണ്ട് നല്ല ഒരു കരിയർ ലക്ഷ്യം വെച്ച് വരുന്ന ഒരു 10% പേർ. ഇങ്ങനെ ഈ 60, 30, 10 ഇത് ചേർന്നതാണ് നിലവിലെ മലയാള സിനിമ എന്ന് പറയും. ഇവിടെ ഇപ്പോ ഈ പറയുന്ന 60% പേർ മതപരമായ അജണ്ട കൊണ്ട് ഈ ബാക്കിയുള്ള 40% കൈയടക്കിയിരിക്കുകയാണ്. അവരുടെ ആജ്ഞയ്ക്ക് അനുസരിച്ചിട്ടാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ മയക്കുമരുന്ന് ഇറക്കിയിട്ടുണ്ട്, പണം ഇറക്കിയിട്ടുണ്ട്, മസിൽ പവർ ഉണ്ട്, അവർക്ക് പൊളിറ്റിക്കൽ പവർ ഉണ്ട്, എല്ലാവിധ ഇതുകൊണ്ട്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ആ നല്ല മലയാള സിനിമയെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇവർക്ക് ഇപ്പോൾ ഈ കൂട്ടർക്ക് സിനിമ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഇപ്പോ കേരള സ്റ്റോറിയോ കാശ്മീർ ഫയൽസോ ഒക്കെ വരുമ്പോൾ സിനിമ ഹറാമാണ്. അല്ലാതെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും നെഞ്ചത്തേക്ക് കയറുമ്പോൾ അത് ഹലാലാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോ രാമസിംഹൻജി അതിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടത്തിന്റെ 20% കളക്ഷൻ മാത്രമാണ് ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള മലയാളികളുടെ ഇടയിൽ നിന്ന് ആ സിനിമ വാരുന്നത്. ബാക്കി 80% വാരുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നാണ്. ഇപ്പൊ ഇന്ത്യക്ക് പുറത്ത് പ്രധാനമായിട്ടും ഇത്തരം വിതരണം ഏറ്റെടുക്കുന്നത് 2 കമ്പനികളാണ്. ഒന്ന് പറാസ് ഫിലിംസ്, അതിന്റെ ഒരു ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരു ഇറാൻ സ്വദേശിയായ ഒരു മുസൽമാനാണ്. അദ്ദേഹം അങ്ങനെ ഇത് ലക്ഷ്യം വെച്ചിട്ടൊന്നും അല്ല, പക്ഷെ അതേ എല്ലാ ഭാഷകളിലുള്ള സിനിമകളും വിതരണത്തിന് എടുക്കാറുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ട്രൂത്ത് ഗ്ലോബൽ എന്ന് പറയുന്ന സമത് എന്ന് പറയുന്ന മലപ്പുറം സ്വദേശിയാണ് മറ്റൊരു ഇത്. അപ്പൊ ഇതിന്റെ എല്ലാ കളികളും നടക്കുന്നത് UAE ബേസ് ചെയ്തിട്ടാണ്, അറബ് രാജ്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമ്മുടെ മോഹൻലാലിന്റെ ആശീർവാദ് ഫിലിംസിന്റെ ഓഫീസ് പോലും UAE തുറന്നു കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഡീലുകളും നടക്കുന്നത്, പണം ഒഴുകുന്നത് ഖത്തറിൽ നിന്നും അതുപോലുള്ള കൺട്രികളിൽ നിന്നാണ്. UAE ബേസ് ചെയ്തിട്ടാണ് ഈ കളികളെല്ലാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നമ്മൾക്ക് അറിയാം, ഇപ്പം സക്കറിയ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്, ഹലാൽ ലവ് സ്റ്റോറി എടുത്ത്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ശോകമാണ്. എന്നാലും തുടർച്ചയായിട്ട് അദ്ദേഹം ഫിലിമുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒരു ലാഭവും ലക്ഷ്യമാക്കിയിട്ടല്ല, ചില അജണ്ടകളോട് കൂടിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പം MN ബാദുഷാ എന്ന് പറയുന്ന വ്യക്തി ചില സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആവും, ചില സിനിമകളിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരിക്കും, മറ്റു പേരുകളിലായിരിക്കും. അതുപോലെ തന്നെ ഫണ്ട് ചെയ്യപ്പെടുന്നു. ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത്? തീരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ, അവരുടെയൊക്കെ പൂർവ്വകാലം പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ഇതിലേക്ക് എത്തിപ്പെട്ടതെന്നും എങ്ങനെയാണ് പെട്ടെന്ന് ഇവർ ഇത്രയും ധനവാന്മാരായി മാറിയതെന്നും ഇത്രയും നഷ്ടങ്ങൾ വരുന്ന സിനിമകൾ ഉണ്ടായിട്ടും പിന്നെയും ഇവർക്ക് സിനിമകൾ എടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാകും അതിന്റെ വിഷയങ്ങൾ. ഇപ്പോ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈശോ എന്ന് പറയുന്ന ഒരു സിനിമ വന്നു, നാദിർ ഷാ ആണ് ആ സിനിമ ചെയ്തത്. ആ സിനിമ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. കാര്യം ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഒരു 3-കിട സിനിമയ്ക്ക് ഒരു 3-കിട മിമിക്രി കലാകാരനിട്ടാൽ ഞാനത് കാണില്ലാൻ തീരുമാനം എടുത്തോണ്ട് ഞാനത് കണ്ടിട്ടില്ല. പക്ഷെ കണ്ടവർ പറഞ്ഞത് എന്താണ്? ആ പേര് ഒരു കാരണവശാൽ ഒരു രീതിയിലും ആ സിനിമയ്ക്ക് ഇടേണ്ടതായ ഒരു ആവശ്യമില്ല. കഥയുമായോ കഥാപാത്രങ്ങളുമായോ ആ പേരിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ലോകത്ത് ജനലക്ഷങ്ങൾ ആരാധിക്കുന്ന ഒരു പേരിനെ നിസ്സാരവൽക്കരിക്കുക. നാളെ ഈശോ എന്ന് പറയുമ്പോൾ ആദ്യം വരേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന് പകരം അത് പറയുന്നവന്റെ മനസ്സിലേക്ക് നമ്മുടെ ജയസൂര്യ എന്ന് പറയുന്ന നടന്റെ മുഖമാണ് വരേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ആ പേരിന് വേണ്ടി അവർ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അല്ലാതെ ആ കഥാപാത്രവുമായിട്ട് ആ സിനിമയുമായിട്ട് ആ പേരിന് ഒരു ബന്ധവുമില്ല. അപ്പോൾ അതിനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹവുമായിട്ട് ഒരു ചർച്ചയുടെ അവസ്ഥയിൽ അദ്ദേഹം അത് പിൻവലിക്കാമെന്നൊരു നിലപാടിൽ എത്തിയതാണ്. പക്ഷെ അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നവർ, ഈ മലയാളം ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവർ, ഫിലിം ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നവർ അദ്ദേഹത്തിനെ കൊണ്ട് തീരുമാനം മാറ്റിച്ചു. അതാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഇതിന്റെയൊക്കെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവര് വളരെ ബോധപൂർവമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോ ട്രാൻസ് എന്ന് പറയുന്ന സിനിമ അതാരാണ് എടുത്തത്? ശരിക്കും വളരെ ബുദ്ധിപൂർവമായ ഒരു രീതിയാണ് അത് എടുത്തിരിക്കുന്നത്. അൻവർ റഷീദ് വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ട്രാൻസ് എടുത്തിരിക്കുന്നത്. എന്നാൽ ആ ട്രാൻസ് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഭീഷ്മപർവത്തിലാണ്. ആ ഭീഷ്മപർവം എന്ന് പറയുന്നത് ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും ക്രൈസ്തവ വിരോധം ഉള്ള, ക്രൈസ്തവരെ അവഹേളിക്കുന്ന ഏറ്റവും വലിയൊരു ചിത്രമാണ് മമ്മൂട്ടി നായകനായിട്ടുള്ള ഭീഷ്മപർവം. അതൊരു സൈലന്റ് പോയിസൺ ആയിരുന്നു. അത് ഒരു വലിയൊരു പ്ലേസ്മെന്റ് ആണ് ആളുകൾക്കിടയിൽ നടത്തിയത്. ഒരു മാസ് ഓഡിയൻസിനെ സൃഷ്ടിക്കുവാൻ അവർക്ക് സാധിച്ചു.
ഇപ്പോഴും അതിലെ വൈദിക കഥാപാത്രം, അസന്മാർഗീയ രീതിയിൽ പോകുന്ന ക്രിമിനൽ ആയിട്ടുള്ള വൈദിക കഥാപാത്രത്തിനെയും ക്രിസ്ത്യൻ കുടുംബങ്ങളെയും എല്ലാം പല പല ക്ലിപ്പുകളാക്കിക്കൊണ്ട് റീലുകളും യൂട്യൂബ് വീഡിയോകളുമായിട്ട് ഇന്നും അവർ പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, അവർ അതിനെ വളരെ ബുദ്ധിപൂർവം ഒരു നല്ല ഒരു ഓഡിയൻസ് ഉള്ള ഒരു നടനെ, ഒരു മെഗാസ്റ്റാറിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒരു പ്ലേസ്മെന്റ് നടത്തി. ഏറ്റവും കൂടുതൽ അതിനെ ഏറ്റെടുത്തത് ആരാണ്? മണ്ടന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികളാണ്. സൂസവാക്യം പിതാവ് മുതൽ അൽത്താരയുടെ മുന്നിൽ നിന്ന് വൈദികർ വരെ ചാമ്പിക്കോ എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിയെ കൊണ്ട് ചാമ്പിച്ചു. എടാ, നിന്റെയൊക്കെ അസ്തിത്വത്തിലാണ് ആ സിനിമ ചാമ്പിയത്. അത് മനസ്സിലാക്കണമായിരുന്നു, അത് മനസ്സിലാക്കിയില്ല. അപ്പം ഇതുപോലുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മള് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. അപ്പം ഇവിടെ നോട്ട് നിരോധനവുമായി NIA-യുടെ റെയ്ഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എന്നാലും എന്റെ അളിയാന്നങ്ങ് മാറി, പേര് പെട്ടെന്നങ്ങ് മാറി. എന്താണ് അതിന്റെ പിന്നിലുള്ളത്? അപ്പം ഇത്തരം ആളുകൾ, ഇത്തരം ചിത്രങ്ങൾ ഇവിടെ ബോധപൂർവമാണ് ഇവിടെ ഇത് കൊണ്ടുവരുന്നത്. ഇപ്പം രാമസിംഗ്ജി പറഞ്ഞൊരു കാലഘട്ടമുണ്ട്, നല്ല സിനിമയുടെ കാലഘട്ടം. അന്ന് ഉമ്മറുണ്ട്, പ്രേം നസീറുണ്ട്, ബഹദൂർ ഉണ്ട്. ഇവർ അന്നൊന്നും ജാതിയും മതവും ഒന്നും ഇല്ലായിരുന്നു. അന്ന് നല്ല സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാവും സംവിധായകനും നടന്മാരും എല്ലാം ഒന്നിച്ചൊരു ലോഡ്ജ് മുറിയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ച് സിനിമ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്ന് ഇവിടെ കടത്തനാടൻ ചിത്രങ്ങളും പുണ്യപുരാണ ചിത്രങ്ങളും ഒക്കെ വന്നു. അവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് ഇന്ന് ഈ മമ്മൂട്ടിയിലും മോഹൻലാലിലും എത്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടം വരെ 100-ൽ 99 കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ടുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ കഥകളെ ബേസ് ചെയ്തിട്ടാണ്, കുടുംബങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, കഥകളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി എടുത്താലും അദ്ദേഹം അഭിനയിച്ച് അദ്ദേഹത്തെ മെഗാസ്റ്റാർ ആക്കിയ ചിത്രങ്ങളിൽ 99% ഹിന്ദു ക്രിസ്ത്യൻ കഥാപാത്രങ്ങളാണ്. 1921 അല്ലെങ്കിൽ ദാദാ സാഹിബ് പോലുള്ള ഏതാനും ചില ചിത്രങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഒരു അറേബ്യൻ പണത്തിന്റെ ഒരു ഇതും ജിഹാദി പണങ്ങളും അല്ലാതുള്ള കള്ളപ്പണവും ഒക്കെ വന്നു കഴിഞ്ഞ് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ മാറ്റിമറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് ആ രണ്ട് രീതിയിലാക്കി. അതായത് ക്രിസ്ത്യൻ ഹിന്ദു മതത്തിന്റെ മതമൂല്യങ്ങളെ, അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ സംസ്കാരങ്ങളെ എല്ലാം താറടിച്ച് കാണിച്ചുകൊണ്ട് മറ്റൊരു കൂട്ടരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റി. ഈ കാക്കയെ വെള്ളയടിച്ച് കൊക്കിനാക്കാൻ പോകുന്ന രീതിയിലൂടെയായിരുന്നു ഒരു സിനിമയാണ് ഈ ഭീഷ്മപർവം എന്ന് പറയുന്ന ഒരു സിനിമ. ഇത്തരം പരിഹാസമായ പ്രവണതയ്ക്ക് കാരണം എന്ന് പറയുന്നത് ഇവരുടെ അപകർഷതാബോധമാണ്. എന്നെ അല്പസമയമെടുത്ത് ഞാൻ പറയുകയാണ്, കാര്യം എന്തായാലും ഇടയ്ക്ക് കയറുന്നത് പറയാൻ അനുവദിക്കണം. കാര്യം എടുത്തു പറയാനായിട്ട് ഒരു സ്വന്തമായിട്ട് ഒരു പാരമ്പര്യം ഇല്ലാത്ത ചില വംശജരെ സംബന്ധിച്ച് പാരമ്പര്യവും ആഠ്യത്വവും ഉള്ള ഒരു വംശത്തെ കാണുമ്പോൾ ഉള്ളിൽ നിന്നും ഒരു മനം പുരട്ടലുണ്ടാവും. അത് പിന്നീട് ദേഹം മുഴുവൻ പടർന്നു കയറിയിട്ട് ഒരു തരം കടിയായിട്ട് മാറും. അതാണ് ഇവിടെ ആ ഭീഷ്മപർവം എന്ന സിനിമയിൽ സംഭവിച്ചത്. കാര്യം ഇവരുടെ പൂർവികർക്കൊന്നും ഇങ്ങനെയുള്ള അസുഖം ഉണ്ടായിരുന്നില്ല. അത് അസുഖം വളരെ കുറവായിരുന്നു, ഇല്ലായിരുന്നു തന്നെ പറയാം. അവരൊക്കെ ഇത്തരം ആ ഒരു പരിസ്ഥിതിയുമായി യോജിച്ച സൗഹാർദ്ദത്തിൽ, മതസൗഹാർദ്ദത്തിലെ കഴിഞ്ഞിരുന്ന കാലത്ത് പാരമ്പര്യമുള്ളവരുടെ വീടുകളിൽ അന്നു വേണ്ട അന്നത്തിനു വേണ്ടി എല്ലുമുറിയെ പണിയെടുത്തിട്ട് അതുകൊണ്ട് ജീവിതം കരുപിടിപ്പിക്കുകയായിരുന്നു. അന്ന് നേരെ പോ എന്നുള്ള രീതിയിലായിരുന്നു ഇവരുടെയൊക്കെ ജീവിതം. എന്നാൽ ഇവരുടെ പിൻതലമുറ അറേബ്യൻ നാടുകളിലേക്ക് ചേക്കേറി സമ്പത്ത് വന്ന് കുന്നുകൂടിയപ്പോഴാണ് ഇവർക്കൊരു കാര്യം ബോധ്യമായത്, തങ്ങളുടെ കയ്യിൽ ആവോളം പണമുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ എന്നാൽ ഇല്ലാത്തത് ഒന്നേ ഉള്ളൂ, അതെന്താണ്? പാരമ്പര്യം. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ സമ്പത്ത് കൊടുത്താൽ കിട്ടത്തുമില്ല. അപ്പൊ അത് കിട്ടില്ല എന്ന് മനസ്സിലാക്കി ഇവരെ കുറെ കാലമായിട്ട് ഈ ചിന്ത ഇവരെ അലട്ടുന്നുണ്ട്. അത് ദേവാസുരം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട്. സിനിമയിൽ പാരമ്പര്യമുള്ള വീടിന് ആദ്യഘട്ടത്തിൽ പറമ്പിന് വേണ്ടിയിട്ട് ഗൾഫുകാരൻ ചെന്ന് വില പറയുമ്പോൾ മോഹൻലാൽ ആട്ടി ഓടിക്കുന്ന ഒരു സീനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ തങ്ങൾക്കില്ലാത്തത് തങ്ങൾക്കുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളെ വിലക്കെടുത്തു. ഈ പുറത്തുനിന്ന് വരുന്ന അനധികൃത പണം കൊണ്ട്, ഒരിക്കലും അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് ഒരിക്കലും അങ്ങനെ വിലക്കെടുക്കാൻ സാധിക്കില്ല. അപ്പം അവർ എന്ത് ചെയ്തു? അവർക്ക് ഈ ഇത്തരം പറയുന്ന രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള ആൾക്കാർക്ക് വില കൂടിയ ഇനം ഈന്തപ്പഴം ഗൾഫ് നാടുകളിലേക്ക് തട്ടിക്കൂട്ട് പരിപാടികൾ, അതിലേക്ക് ആതിഥ്യം അരുളിയിട്ട് ഇവരെ വിശിഷ്ടാതികളായിട്ട് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ സഹായത്താൽ അങ്ങനെയൊക്കെ പല രീതിയിൽ കണ്ടെയ്നർ നോട്ടുകളും അണിയിറക്കിയും പല രീതിയിലും ഇവർ എന്ത് ചെയ്തു? ഇതിനെ എല്ലാത്തിനെയും വിലക്കെടുത്തു. ഇല്ലാത്ത പാരമ്പര്യം ഉണ്ടാക്കുവാനായിട്ട് ഇവർ ശ്രമം തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ ഗുണഭോക്താക്കൾ എന്ത് ചെയ്തു? ഇതൊക്കെ അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ലാതായി. ഇതിലെല്ലാം ട്രാപ്പിൽപ്പെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. പിന്നീട് അവർ ചിന്തിച്ചത് എന്താണ്? തങ്ങൾക്ക് ഒരു വശത്തുകൂടെ പാരമ്പര്യം ഉണ്ടാക്കി തങ്ങളുടെ സമൂഹത്തിൽ
ഇവര് ഒരു സൈഡിൽ കൂടെ ഇല്ലാത്ത പാരമ്പര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥ പാരമ്പര്യത്തെ തകർത്താൽ മാത്രമേ തങ്ങളുടെ പാരമ്പര്യം മികച്ചതാണെന്ന് വരുത്തി തീർക്കാൻ സാധിക്കൂ. അതിനു വേണ്ടിയിട്ട് ആ സ്വന്തം സമുദായത്തെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരും പൊതുസമൂഹവും തമ്മിൽ രണ്ട് സമുദായങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്ത് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സ്വന്തം സമുദായത്തിലുള്ളവർ ശ്രമിക്കും. അത് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പതിയെ പതിയെ മറ്റു സമുദായങ്ങളെ മോശക്കാരും അധമന്മാരും അവരുടെ പുരോഹിതന്മാരെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും എഴുത്തി കാട്ടിക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? 1-2 തലമുറ കഴിയുമ്പോൾ ഇവരുടേതാണ് യഥാർത്ഥ പാരമ്പര്യമെന്നും യഥാർത്ഥ വിശ്വാസമാണെന്നും പുതുതായി വരുന്ന തലമുറയുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിയും ഏറ്റവും ഈ സിനിമ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് കേരള ഫയൽസിനെ ഇവർ ഭയക്കുന്നത്? അതിന്റെ ഭയക്കുന്നതിന്റെ കാരണമാണ് എന്തുകൊണ്ടാണ് ഇവന് ഭയക്കുന്നതിന്റെ കാരണം എന്ന് പറയും. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ തമാശക്കാണെങ്കിൽ നമ്മൾ പറയും പഴയ കുതിരോട്ടം പപ്പൂരെ ഡയലോഗ് പറയും, ഇപ്പൊ ശരിയാക്കി തരാം. കാര്യം എന്താ? നമ്മുടെ മനസ്സിൽ അതൊക്കെ പതിഞ്ഞുപോയി. ഇപ്പോഴും നമ്മളെ കാശ്മീർ ഫയൽസിൽ എന്ന സിനിമ കണ്ട ഞാൻ അതിനു മുമ്പ് നമ്മുടെ കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയെ കുറിച്ച് ധാരാളം ഞാൻ വായിച്ചിട്ടുണ്ട്, ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്, പലരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് കാശ്മീരിനെല്ലാം ഉണ്ടായ പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയെ കുറിച്ച് വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കാശ്മീർ ഫയൽസിൽ ഒരു കുഴിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഒരു കുടുംബത്തിലെ കൊച്ചുകുട്ടിയെ ഉൾപ്പെടെ ഓരോരുത്തരായിട്ട് വെടിവെച്ച് ആ കുഴിയിലേക്ക് ഇടുന്ന രംഗമാണ് എന്റെ മനസ്സിലേക്ക് വരിക. അപ്പൊ അത് എന്നെ അധികം ആ സിനിമയിൽ ഞാൻ അത് ഉൾക്കൊള്ളുകയാണ്. ഇപ്പൊ ഒരു നല്ല സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ കുറച്ചു നേരത്തേക്ക് നമ്മളാണ് ആ നായക കഥാപാത്രമായിട്ട് നാം മാറും. അതെന്തുകൊണ്ടാണ്? ആ സിനിമ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞത് കൊണ്ടാണ്. അതിലെ നായകൻ അല്ലെ അതിലെ കഥാപാത്രം നമ്മളെ ആ കഥ നമ്മളെ കീഴ്പ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പോ ഈ കേരള ഫയൽസ് എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങുന്ന അമ്മയുടെയും പെങ്ങളുടെയും പിതാവിന്റെയും സഹോദരന്റെയൊക്കെ മനസ്സിൽ അല്ലെ പെൺകുട്ടിയുടെയൊക്കെ മനസ്സിൽ ആ ഓരോ രംഗവും ഉണ്ടാവും. ഇനി അവർ കാണാൻ പോകുന്നതെല്ലാം അതിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കൂട്ടുകാരികളെയായിരിക്കും. ഈ കുങ്കിയാനകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആ പെൺചിലന്തികൾ എന്ന് പറയുന്ന ആ പെൺകുട്ടികളെ ആയിരിക്കും ഓരോ കൂട്ടുകാരികളിലും ഈ കുടുംബം കാണുന്നത്. അപ്പൊ അതാണ് അവർ ഭയക്കുന്നത്. അല്ലാതെ കേരളത്തിന്റെ പേര് ചീത്തയായത് കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഈ 32,000 എന്ന കണക്ക് പറഞ്ഞത് കൊണ്ടല്ല. എന്താണ് ആ ശാലിനി ഉണ്ണികൃഷ്ണൻ അതിനകത്ത് പറയുന്നത്? അവൾ പറയുന്നത് എന്നെ പോലെ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ലിബിയയിലുമൊക്കെ 32,000-ലധികം പെൺകുട്ടികൾ മരുഭൂമിയിൽ ജീവിതം ഹോമിച്ചു എന്നാണ് പറയുന്നത്. അത് വ്യക്തമായിട്ട് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെയല്ല ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇവർ സിനിമയെ ഭയക്കുകയാണ്. കാര്യം ഈ സിനിമ എന്ന് പറയുന്നത് പെട്ടെന്ന് മനുഷ്യനെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. സിനിമ ഇപ്പോഴിറങ്ങുന്ന ഇൻസ്റ്റഗ്രാം റീലുകൾ എല്ലാം തന്നെ അത് പരസ്യങ്ങളായിക്കോട്ടെ ഇതായിക്കോട്ടെ. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ, മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഒരു പെരുന്നാൾ ദിന സന്ദേശം ഒരു റീൽ ഇറക്കിയപ്പോൾ, ഒരു ചെറിയ പാട്ടിറങ്ങിയപ്പോൾ എന്തായിരുന്നു? ഒരു പെൺകുട്ടിയെ ഒട്ടും മായ്ച്ചുകൊണ്ടാണ് അവൾക്ക് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്നു കൊടുക്കുന്നത്. ഇതായിരുന്നു പെരുന്നാൾ ദിന സന്ദേശം. അപ്പോൾ അതിനൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കും, യുവതികളിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ അവഹേളിക്കുകയും ഇല്ലാതാക്കുകയും അതുവഴി പാരമ്പര്യമുള്ള ഒരു ജനസമൂഹത്തിന്റെ ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ തങ്ങളുടെ സമൂഹത്തെ പ്രതി ലജ്ജാകരമായിട്ട് അവരുടെ സമൂഹത്തെ കുറിച്ചുള്ള പല കഥകളും പല പ്രമാണങ്ങൾ വെച്ചുള്ള കാര്യങ്ങളും മനസ്സിലാക്കി ഒരു അപകർഷതാവാദം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവർ ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. അതിനവർ തിരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ. സിനിമാ മേഖലയിൽ അവർ പണമിറക്കി വെറും പ്രശസ്തിയും പൊങ്ങച്ചയുമായിട്ട് നടക്കുന്ന ടെക്നീഷ്യൻസിനെയും കലാകാരന്മാരെയൊക്കെയും മറയാക്കിക്കൊണ്ട് തങ്ങളുടെ തന്നെ സ്വത്വങ്ങളെ അപമാനിക്കാനുള്ള കരാറുകൾ ഒപ്പിടിക്കും. അതായത് ഹിന്ദുക്കളും ഇപ്പൊ ചില സിനിമകളിൽ കാണാം, നമ്മൾ ചോദിക്കും നീ അത് നോക്കൂ, അതിന്റെ സംവിധായകൻ ആരാണ്? നസ്രാണിയല്ലേ? ഹിന്ദുവല്ലേ? അതിന്റെ നിർമ്മാതാവാരാണ്? സംവിധായകനല്ലേ? ഹിന്ദുവല്ലേ? അതായത് ഈ സിനിമാമോഹം തലക്ക് പിടിച്ച് നടക്കുന്ന പിള്ളേരെ ഡമ്മികളാക്കിക്കൊണ്ട് പ്രതിഷ്ഠിക്കുക. യഥാർത്ഥ നിർമ്മാതാവും യഥാർത്ഥ സംവിധായകനും വേറെ ആൾക്കാരായിരിക്കും, യഥാർത്ഥ തിരക്കഥയും അവരുടേതായിരിക്കും. അപ്പം എങ്ങനെയെങ്കിലും പ്രശസ്തി കിട്ടണം, പണം കിട്ടണം എന്ന് പറയുന്ന സ്വന്തം സത്വത്തെ ബലികഴിക്കുന്ന കുറെ ആൾക്കാരെ ഡമ്മികളാക്കി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അതിൽ ക്രിസ്ത്യാനിയുമുണ്ട് ഹിന്ദുവുമുണ്ട് ഇവര് സിനിമ ചെയ്യുന്നത്. അങ്ങനെ സിനിമകളിൽ വർത്തമാന കാലഘട്ടത്തിന്റെ നേർസാക്ഷ്യത്തിന് വിപരീതമായി കണ്ടെയ്നർ നോട്ടുകളും കള്ളക്കടത്തും സ്വവർഗരതിയും ശിശുപീഡനവും കൊള്ളയും കൊലയും മയക്കുമരുന്നും എല്ലാം ഇതിൽ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാമസിംഹൻ, ഇപ്പോൾ ഇറങ്ങുന്ന മലയാള സിനിമകളുടെയൊക്കെ ഫണ്ടിങ് ചില ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണെന്ന് കേൾക്കുന്നു.
നമുക്കറിയാമോ, ഇവിടെ കേരളത്തിൽ അങ്ങ് മുമ്പ് പറഞ്ഞു ഒരു സിനിമയുടെ 20% ഗ്രോസ് കളക്ഷൻ്റെ 20% കഷ്ടിച്ച് നിർമ്മാതാവിൻ്റെ കയ്യിലെത്തുന്നത്. അങ്ങനെയെങ്കിൽ നിസ്സാരമായ തുകയാണ് വരുന്നത്. ഇപ്പം ഇവിടെ ഈ 50 കോടി മുടക്കി 100 കോടി മുടക്കി സിനിമ എടുത്തു എന്നൊക്കെ പറയുന്നത് വാസ്തവമാണോ? അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പണം മുടക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും? 100 കോടി മുടക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ 100 കോടി വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവര് ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. ഈ സിനിമയുടെ നിർമ്മാതാവിന്റെ ഒരു അഡ്രസ്സും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു സിനിമ കഴിഞ്ഞിട്ട് പോയ ആ നിർമ്മാതാവിനെ പിന്നെ നമ്മൾ കാണുന്നേ ഇല്ല. ബാക്കി എല്ലാവരും നമുക്ക് ഞാൻ പറഞ്ഞ ജൂബിലി ജോബി തോമസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ബാക്കി അപ്പച്ചൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും ലിബർട്ടി ബഷീർ ഇവിടെ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അവര് വീണ്ടും വീണ്ടും സിനിമ. ഈ 100 കോടി 200 കോടി മുടക്കിയ ഒരു നിർമ്മാതാവിനെ പിന്നെ നമ്മൾ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അതൊന്ന്. ഇതിൽ നമ്മള് സിനിമയിലൂടെ എങ്ങനെയാണ് സൊസൈറ്റിയെ നമ്മൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞു. മറ്റൊന്ന്, ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെയോ വേറെടുക്കാൻ ഏറ്റവും നല്ലത് ആ സംസ്കാരത്തിന്റെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ കത്തിവെക്കുക. സത്യത്തിൽ ഈ ഹവാല പണം അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒരു ക്രിസ്ത്യൻ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്ത്യൻ വീടിന്റെ വിശ്വാസ പ്രമാണങ്ങൾ നിൽക്കുന്നത് ഞായറാഴ്ച പള്ളിയിലെത്തുന്നതും അതുകൂടാതെ ദിവസവും വീട്ടിലുള്ള കുരിശ് വരെയാണ്. കാരണം ഞാൻ ധാരാളം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. വൈകുന്നേരം എന്റെ ചാച്ചൻ വൈകുന്നേരം 6 മണിയാകുമ്പോൾ ചാച്ചൻ റെഡിയാകും. കുരിശ് വരയ്ക്കാൻ റെഡിയായില്ലേ? കുരിശ് വരയ്ക്കും. ആ കുടുംബം ഒരുമിച്ചിരുന്ന് ഒരു കുരിശ് വര ഉണ്ടാകും. അതേപോലെ ഞായറാഴ്ച പള്ളിയിൽ പോവുക. മറ്റൊന്ന്, ഒരു കുമ്പസാരിക്കാനുള്ള അവസരം ക്രിസ്ത്യാനി. അപ്പൊ ഈ കുമ്പസാരത്തിനെ അങ്ങ് നിഷേധിച്ചു കഴിഞ്ഞാൽ കുമ്പസാരത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. കുരിശുവര സമയത്ത് മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കുരിശുവര നിൽക്കും. ആ കുടുംബം ആ വിശ്വാസത്തിന് പതുക്കകന്നു പോകും. ഇതേപോലെ തന്നെ ഹിന്ദുവിന്റെ കാര്യം ആലോചിച്ചാലും ഹിന്ദു വൈകുന്നേരം ആകെക്കൂടി അവന് വൈകുന്നേരം ആകുമ്പോൾ ഒരു വിളക്കെത്തിച്ച് നാമം ജപിക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ വല്ലപ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത്, അവന്റെ ആചാരങ്ങളുള്ള. അപ്പൊ ആ അമ്പലത്തിൽ പോകുന്ന ആചാരം മീശ എന്ന് പറഞ്ഞ നോവലും ഈ സിനിമ നേരത്തെ പറഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇതെല്ലാം കൂടി ഈ ക്ഷേത്രം ആ ക്ഷേത്ര വിശ്വാസത്തിന് വികാരങ്ങൾ നഷ്ടപ്പെടുത്തുക. ഒപ്പം ക്ഷേത്രം അത് വ്യഭിചരിക്കാനുള്ള സ്ഥലമാണെന്ന് മീശ നോവലിലൂടെ എഴുതുക, സാഹിത്യത്തിലാണെങ്കിൽ സിനിമയിലാണെങ്കിൽ. അപ്പൊ ഇവരുടെ ആചാരങ്ങൾ, ഒരു കുട്ടി അവരുടെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും എന്ന് വ്യഭിചരിക്കുന്നു അവന്റെ അസ്തിത്വം നഷ്ടപ്പെടുകയാണ്. ഇതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്, നമ്മൾ ഈ സിനിമാക്കാരെ പറയുമ്പോൾ ഈ ഹവാല പണത്തിനും ഈ ഗോൾഡ് കടത്തിനും ഇത്തരം സിനിമകൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടതുപക്ഷം ചെറുതല്ലാത്ത രീതിയിലുള്ള സഹായം ചെയ്തിട്ടുണ്ട്. ഒരു അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ഇടതുപക്ഷക്കാരുടെ ലക്ഷ്യം എന്തായിരിക്കും? അവരാണ് കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവര്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഈ ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കും? അത് വോട്ട് ബാങ്ക് ആണോ അവരുടെ ഉദ്ദേശം? വോട്ട് ബാങ്കും അതേപോലെ തന്നെ ഈ മണി മേക്കിംഗ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെയുള്ള ഈ നേതാക്കന്മാരൊക്കെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടാണ്. ഈ പറഞ്ഞ ജിഹാദികളും എല്ലാവരും അവർ ഒറ്റക്കെട്ടാണ്. അവർ നടത്തുന്ന ബിസിനസ് ഈ പറയുന്ന ഖത്തറിലാണ് അവരുടെ ബിസിനസ്. വിദേശത്ത് മുഴുവനും ഈ പറയുന്ന ഫണ്ട്, ഇപ്പൊ അവിടെ ഫണ്ട് ഉണ്ടെങ്കിലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് വേണ്ടേ? അതിന് ഈ പണമാണ് ഉപയോഗിക്കുന്നത്. അവിടെ മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിക്കാണെങ്കിലും നമ്മുടെ മറ്റേ മുഖ്യമന്ത്രിക്കാണെങ്കിലും അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ പണം തന്നെ വേണം. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ പണം അവിടെ കിട്ടുകയാണെങ്കിൽ അത് നേരെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറും. ഗവൺമെന്റ് ഇപ്പൊ നമുക്കറിയാം, ഗവൺമെന്റ് ഈ മറ്റേതാണ് ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണ്? അവർക്ക് ഇവിടുന്ന് ഭരണം ഒഴിഞ്ഞു പോകുന്നതിന് മുന്നേ മാക്സിമം സമ്പാദിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ നേതാക്കളൊക്കെ നാളെ മറ്റന്നാൾ പോകും ഇവിടുന്ന്, യൂറോപ്പിലേക്കോ മറ്റെവിടെയും പോയി ജീവിക്കും. അവർക്ക് ഇന്ത്യയിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല. ഈ താഴേക്കടലുള്ള സഖാവ് മാത്രം ഇവിടുന്ന് പെട്ടിയോട്ടയും വിളിച്ച് അങ്ങോട്ട് കൊണ്ടു നടക്കും. അതല്ലെങ്കിൽ നമുക്ക് പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ എങ്ങനെയാണോ അതേ രീതിയിലേക്ക് സാധാ സഖാവ് മാറും. ഇന്ന് ബംഗാളി വന്ന് കേരളത്തിൽ എങ്ങനെയാണ് തൊഴിൽ ചെയ്യുന്നത് ആ അവസ്ഥയിലേക്ക് ഇവിടുത്തെ സഖാക്കളൊക്കെ പോകേണ്ടി വരും. നേതാക്കളൊക്കെ സമ്പാദിച്ച് മടങ്ങും. പിന്നെ ഇതിന്റെ കേരളത്തിൽ വേറൊരു വലിയ ലക്ഷ്യമുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. കേരളം
ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റണമെന്ന് വലിയൊരു കൊതിയുണ്ട്. അത് ഇടതുപക്ഷത്തിനുമുണ്ട്. കാരണം ഇപ്പൊ മലബാർ ഒരു സ്റ്റേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. മലപ്പുറം അവിടുത്തെ എന്താണ് ഭൂരിപക്ഷം മുസ്ലിങ്ങൾ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇപ്പോൾ ഉള്ള ഈ എന്താണ് ജനസംഖ്യയുടെ അനുപാതം വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളാണ് മേലെ ഉള്ളത്. അതേപോലെ ദ്വീപ് 100% മുസ്ലിങ്ങളാണ്. കർണാടകയുടെ ഈ മൈസൂറിന് ഇപ്പുറത്തേക്കുള്ള വശം നല്ല വേരോട്ടുള്ള സ്ഥലമാണ്. തമിഴ്നാട് കോയമ്പത്തൂർ ഏരിയയിൽ ഈ പറഞ്ഞ ജിഹാദികൾക്ക് നല്ല വേരോട്ടുള്ള സ്ഥലമാണ്. ഇതെല്ലാം കൂടി ഒന്ന് വട്ടത്തിൽ കൂട്ടിപ്പിടിച്ച് നോക്കൂ. ഇത് വട്ടത്തിൽ കൂട്ടിപ്പിടിച്ച ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി മാറും. വലിയ സംശയമൊന്നും വേണ്ട, അടുത്ത് തന്നെ മാറും. നമുക്കറിയാം ഓരോ ഇടങ്ങളിലേക്ക് ഇവർ കയറി വന്നത്, ഈ ജിഹാദികൾ ഓരോ ഇടങ്ങളിലേക്ക് കയറി വന്നത് സമ്പത്തും കൊണ്ടാണ്. ഹിന്ദുവിന്റെ അടുത്ത് പണമില്ല, ക്രിസ്ത്യാനിയുടെ അടുത്ത് പണമില്ല, പക്ഷെ ഇവരുടെ അടുത്ത് പണമുണ്ട്. ഈ പണം എവിടുന്ന വരുന്നത്? ഈ പണം ഇതിൽ കൂടെ തന്നെ വരുന്നത്. ഇപ്പൊ നാർക്കോട്ടിക്സിലൂടെ, ഗോൾഡ് കടത്തിലൂടെ, ഈ ഹവാല പണത്തിലൂടെ. മലപ്പുറത്തൊക്കെ ആഴ്ചയിൽ നമ്മൾ പിടിക്കുന്ന പണത്തിനാണ് 7 കോടി 8 കോടിയാണ് ഹവാല പണം പിടിക്കുന്നത്. ഇത് എവിടുന്ന് വരുന്നു? ഒരു അന്വേഷണം നടക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഇങ്ങനെ ഇതിന്റെ പുറകെ പോയിട്ട് അന്വേഷണ ഏജൻസി പോയിട്ട് ഈ പണം കണ്ടുപിടിച്ചത്? സ്റ്റേറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഈ ഇങ്ങനെയുള്ള ഈ മലദ്വാർ ഗോൾഡ് ഒക്കെ വരുന്നത്? വളരെ ചുരുക്കമാണ് പിടിക്കപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? ഇത് എന്തിനു വേണ്ടി വിനിയോഗിക്കപ്പെടുന്നു? ആരുടെ കയ്യിൽ ഇത് എത്തിച്ചേരുന്നു? ഇത് എവിടേക്ക് പോകുന്നു? ഈ പണം എവിടേക്ക് പോകുന്നു? ഈ സിനിമയിൽ വരുന്ന പണം എവിടേക്ക് പോകുന്നു? ഇത് മുഴുവനായിട്ടും ഈ നിർമ്മാതാക്കളിലും വിതരണക്കാരിലുമാണ് നിൽക്കുന്നത്. ഇതിന്റെ പണം മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇതൊന്നും അന്വേഷിക്കേണ്ട ഡ്യൂട്ടി ആക്കാണ് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ കീഴിലാണ് ഈ പോലീസ് ഉള്ളത്. ഇപ്പൊ നമുക്കറിയാം ലവ് ജിഹാദ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. കാരണം നമ്മുടെ ആ പെൺകുട്ടികളുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള അനുഭവം നമുക്കുള്ളത്. പിണറായി വിജയൻ പറഞ്ഞു ഇവിടെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഭരണകൂടം പറഞ്ഞു, കോൺഗ്രസ്സുകാരും പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഈ കണ്ണീരോടുകൂടി ഞാൻ കേട്ട കഥ, നിങ്ങൾ കേട്ട കഥ, നേരിട്ട് ആ കുടുംബങ്ങളിൽ നിന്ന് കേട്ട കഥ, ഇതൊക്കെ സത്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു അന്വേഷണം പോലും ഇന്ന് വരെ സത്യസന്ധമായിട്ട് ഒരു അന്വേഷണം വന്നിട്ടില്ല. ക്രിസ്ത്യാനികളുടെ 4000 പെൺകുട്ടികൾ പോയി എന്ന് പറഞ്ഞപ്പോ കളിയാക്കുകയും ചെയ്തില്ലേ? എനിക്കറിയാം, ഞാനാണ് താമരശ്ശേരി ബിഷപ്പിന്റെ അടുത്ത് പോയെന്ന് പറഞ്ഞത്. ഇടവകയിലേക്ക് കത്ത് എഴുതണം, എത്ര കുട്ടികൾ മിസ്സായിട്ടുണ്ടെന്ന് അറിയണം. ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ പോലും എനിക്ക് ബിഷപ്പിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കണ്ട, പക്ഷേ ഇടവകയിലേക്ക് ഒരു കത്ത് എഴുതാലോ. ആ കത്ത് എഴുതി കഴിഞ്ഞാൽ അറിയാലോ എന്താണ് അവസ്ഥ എന്ന്. അപ്പൊ ലവ് ജിഹാദ് ഉണ്ട് നമുക്കറിയാം. ഈ ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്താ സിനിമയ്ക്ക് താല്പര്യമില്ലേ? ഈ കുത്തഴിഞ്ഞ ജീവിതം, ആണും കല്യാണം കഴിച്ചോട്ടെ, അല്ല ലഹരിയുടെ ജീവിതം, ഇതൊക്കെ ഇതിന് പ്രേരണയായിട്ട് വരികയാണ്. എല്ലാം പ്രേരണ. ഒന്നിനോട് ഒന്ന് ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ മൊറാലിറ്റിയെ ചോദിക്കും. മൊറാലിറ്റിയെ നമ്മൾ തകർന്നെടുക്കുമ്പോൾ നിന്റെ വിശ്വാസമാണ് ഇതിനൊക്കെ കാരണമെന്ന് പറയുക. നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നീ ഇങ്ങനെ വഴിക്ക് പോകൂ എന്ന് പറയുക. എന്നിട്ട് അതിലേക്ക് മാറുക. ഒന്നുകിൽ ലഹരിയെ അടിമപ്പെട്ടിട്ട് അവനെ നശിപ്പിക്കുക. നമ്മളൊക്കെ എന്താ പറയുന്നത്, ഈ ഗർഭപാത്രങ്ങളില്ലാത്ത സമൂഹമായിട്ട് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാറണം. അവരുടെ മക്കളെ പ്രസവിക്കാൻ ഗർഭപാത്രം ഉണ്ടാവരുത്. മറുവശത്ത് ഇസ്ലാമിന്റെ ഉദ്ദേശം എന്താണ്? മറുവശത്ത് ഇസ്ലാമിലെ പെൺകുട്ടികൾ ഇപ്പൊ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയപ്പോ അവർ 6ഉം 7ഉം പറയാൻ താല്പര്യപ്പെടുന്നില്ല. മാക്സിമം 3, അതിനപ്പുറത്തേക്ക് പറ്റില്ല എന്നാ അവർ പറയുന്നത്. അപ്പൊ അവർ ഉദ്ദേശിച്ചത് ഈ ഗർഭപാത്രങ്ങളെ കിട്ടണ്ടേ? ആ ഗർഭപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജിഹാദ് നടത്തുന്ന പറഞ്ഞാല് ഇവർ അംഗീകരിച്ച് ശരിയില്ല. കാരണം ഇത് പോപ്പുലേഷൻ കൂടണം. അപ്പൊ അതിന്റെ അജണ്ടകൾ വരണം. അപ്പൊ ഒരു സിനിമ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സിനിമയിലൂടെയാണ് വസ്ത്രം, ഭക്ഷണം, മറ്റ് സ്വഭാവങ്ങൾ, ഇതൊക്കെ നാട്ടിലിട്ട് പോകുന്നത് ഈ സിനിമയിലൂടെയാണ്. നമുക്ക് ആലോചിച്ച് നോക്കൂ. ഗൾഫിന്റെ പണം മാത്രമല്ല, ഗൾഫിന്റെ ഗന്ധം, ഗൾഫിന്റെ രുചി, ഗൾഫിന്റെ വസ്ത്രധാരണം, നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറയാണ് അസ്സലാമു അലൈക്കും, നമ്മൾ വളരെ നിഷ്കളങ്കമായി വലൈക്കും അസ്സലാം എന്ന് പറയും, ഇല്ലേ? നമ്മൾ വളരെ നിഷ്കളങ്കമായി വലൈക്കും അസ്സലാം. എന്താണ് അങ്ങനെ പറയുമ്പോ? എന്നാൽ ആരെങ്കിലും നമസ്തേ, ദൈവം നിന്നെ സഹായിക്കട്ടെ എന്നല്ലല്ലോ പറയുന്നത്. നമ്മൾ വലൈക്കും അസ്സലാം. ഇത് ഈ മതത്തോട് പതിയെ അടുപ്പിച്ചു കൊണ്ടുവരാണ്. ഇതുപോലെ തന്നെയാണ് സിനിമ. ഈ സിനിമയില് ആ മതം വളരെ നിഷ്കളങ്കമായ മതമാണ്. നിന്റെ മതം ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ളതാണ്, നിന്റെ വിശ്വാസം ഏറ്റവും മ്ലേച്ഛമായിട്ട്, ഇത് പതുക്കെ കൊണ്ടുവരിക.
ഇത് കൊണ്ടുവരണമെങ്കിൽ ഒന്ന് അവന്റെ സ്വബോധത്തിൽ ഉണ്ടാവരുത്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കുട്ടികളൊക്കെ വെറും എന്താ പറയുകയാണെങ്കിൽ കൂലികളാണ്. അവർക്ക് വലിയ കാറുകളില്ല, അവർക്ക് വലിയ ബൈക്കുകളില്ല. അപ്പൊ ഇവരുടെ മുമ്പിലേക്ക് ഒരു ഹീറോയിസം വരുന്ന എങ്ങനെയാണ്? ഒരു 1500cc ബൈക്ക്, വില കൂടിയ കൂളിംഗ് ഗ്ലാസ്, വലിയ ഹോട്ടലുകൾ, അവിടുത്തെ ഡിന്നറുകൾ, അവിടുത്തെ പാർട്ടികൾ, ഈ പറയുന്ന കോക്ടെയിൽ പാർട്ടികൾ, ഇതൊക്കെ സിനിമയിൽ വരികയല്ലേ. അങ്ങനെ ഒരു കോക്ടെയിൽ ഭ്രമം, അതേപോലെ പാർട്ടി ഭ്രമം, വസ്ത്രഭ്രമം, ഇതൊക്കെ സൃഷ്ടിച്ചിട്ടാണ് അവർക്ക് ആ ചൂണ്ടയിട്ട് കൊടുക്കുന്നത്. അവർ കൊത്തും. നമ്മളെ കുട്ടികൾ എന്താണ്, നമ്മൾ എന്താണ് 4 മൂട് കപ്പയും വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്ത് കൃഷി ചെയ്ത് അതിന് ചെറിയ വരുമാനം എടുത്തിട്ട് ബാംഗ്ലൂർ പഠിക്കാൻ വിടും, അല്ലെങ്കിൽ ബോംബെയിൽ പഠിക്കാൻ വിടും കുട്ടികളെ. അവിടെ നിന്ന് കൃത്യമായിട്ട് ഇവർ കൊത്തിക്കൊണ്ടുപോകും. അങ്ങ് പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഈ സിനിമയിലൂടെയൊക്കെയുള്ള ഇതുപോലെയുള്ള ആകർഷണങ്ങൾ വാസ്തവത്തിൽ സിനിമയിൽ മാത്രമല്ല നമ്മുടെ ഇടയിലും ഇതുപോലെ ചെറുപ്പക്കാർക്ക് പ്രത്യേക പരിശീലനമൊക്കെ കിട്ടി നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി വിലയേറിയ ബൈക്കിലൊക്കെ വന്ന് മറ്റു പെൺകുട്ടികളെ ഇങ്ങനെ ബലവീശി പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ വിശ്വാസത്തിൽ വലിയ ഉറപ്പില്ലാത്ത കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അത്രമാത്രം കർക്കശമായ നിയന്ത്രണത്തിലല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ വഴുതി പോകാനായിട്ടുള്ള ഇതുപോലുള്ള തെറ്റിലൊക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫാദർ മൈക്കിൾ ഒരു കാര്യം, അതായത് അടുത്ത കാലത്ത് ഒരു ആൺകുട്ടിയെ സിനിമാ ഭ്രാന്തനായിരുന്ന കുട്ടി, ആ കുട്ടി ഇവരെങ്ങനെയാണ് ഈ ജിഹാദികൾ കൊണ്ടുപോയി അറിയും. ജിഹാദികൾ കൊണ്ടുപോയിട്ട് ആ കുട്ടിയോട് പറഞ്ഞു, നീ നോക്കൂ, ദിലീപായിരുന്നു AR റഹ്മാൻ, അദ്ദേഹം ഹിന്ദു ആയിരുന്നപ്പോ യാതൊരു വിധ ഗുണവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പെട്ടെന്ന് മുസ്ലിം ആയി കഴിഞ്ഞപ്പോ അന്ന് മുതൽ അയാൾ വെച്ചടി കയറ്റുകയാണ്. ഇനി നീ നോക്കൂ, ഏറ്റവും വില കൂടിയ നടനാരാ? മമ്മൂട്ടി, മുസ്ലിമാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന ആ വെയിറ്റേജ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ റസൂൽ പൂക്കുട്ടി ഈ മുസ്ലിങ്ങളായി വന്നു കഴിഞ്ഞാൽ സിനിമയിൽ പെട്ടെന്ന് നിനക്ക് മുന്നേറ്റം കുറിക്കാം. ഈ കുട്ടി വിശ്വസിച്ചു, നമസ്കാരം തുടങ്ങി. എന്തോ വാസ്തവത്തില് മലയാള സിനിമയുടെ തലതൊട്ടപ്പം മുതൽ ഇങ്ങോട്ട് സിനിമയുടെ ചരിത്രം എടുത്താൽ അവിടെ ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ആരുടെ സംഭാവനകളാണുള്ളത് എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഫാദർ പനച്ചിക്കൽ, അങ്ങയുടെ ഒരു ചോദ്യം, ഈ റോമൻസ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു സിനിമ വന്നപ്പോൾ അതിൽ ക്രൈസ്തവ വിശ്വാസത്തെ, പുരോഹിതരെ, കുംഭസാരം എന്ന കൂദാശിയൊക്കെ വളരെ വികൃതമായിട്ട് വളരെ ആഭാസമായിട്ട് ചിത്രീകരിക്കുകയുണ്ടായി. പക്ഷെ സഭയുടെ ഭാഗത്ത് നിന്ന് ആ കാലഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു എതിർപ്പ് രേഖപ്പെടുത്തുകയോ ഇത്തരമുള്ള രംഗങ്ങൾ ഇനിയുള്ള സിനിമകളിലെങ്കിലും ആവർത്തിക്കരുത് എന്ന് കർക്കശമായ ഒരു നിർദ്ദേശം വയ്ക്കുകയോ ഒന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ആ റോമൻസിന് ശേഷമാണ് പരമ്പരയായിട്ട് കുറേ സിനിമകൾ ക്രൈസ്തവ ഹൈന്ദവ വിശ്വാസങ്ങളെയൊക്കെ വളരെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഇറങ്ങി. അപ്പോൾ സഭയുടെ നേതൃത്വത്തിൽ നിന്ന് ഇതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ചില പ്രത്യേക വിഭാഗങ്ങളെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ എന്ത് നിലപാടാണ് സഭയിൽ നിന്ന് എടുക്കുന്നത്? ആദ്യമേ തന്നെ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നേ പറഞ്ഞിരുന്നു ഒരു അന്തിക്രിസ്തുവിന്റെ പ്രവർത്തനത്തെ കുറിച്ച്. അന്തിക്രിസ്തു എന്ന നാടൻ ഭാഷ പറയുമെങ്കിലും ഒരു ആന്റി ക്രൈസ്റ്റ്, അതായത് ക്രിസ്തു വിരുദ്ധത. സത്യത്തില് വളരെ പ്രകടമായിട്ട് ലോകത്തില് ഈ ആന്റി ക്രൈസ്റ്റിന്റെ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുക, ക്രിസ്തു മതത്തിന്റെ വിശ്വാസത്തെ ഇല്ലാതാക്കുക. അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് വാസ്തവം പറഞ്ഞാല് പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും കൂദാശകളും അങ്ങനെയൊക്കെ ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ്. അതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കുകയും അതിനെയൊക്കെ മണ്ടത്തരമായിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആവിഷ്കാരങ്ങള് സിനിമകളിൽ അടുത്ത കാലം കൊണ്ട് വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. റോമൻസ് എന്ന സിനിമ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ആ കാലത്തൊന്നും നമ്മള് സഭ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് അത്ര കാര്യമായിട്ട് ഗൗരവമായിട്ട് ഇതൊന്നും എടുത്തില്ല എന്നാണ് എൻ്റെ തോന്നല്. അന്നത് എടുത്തിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങനെയുള്ള പ്രവണതകൾ കുറയുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പക്ഷെ അതിനകത്ത് ഒരു മഹാമനസ്കത, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ രീതിയിൽ കണ്ണടച്ച് അതിനെ അവഗണിച്ചു, സാരമില്ലെന്ന് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇന്ന് വളരെ ശക്തമായിട്ട് വിശ്വാസത്തെ തകർക്കാനും യേശുവിന്റെ പവിത്രതയെയും ദൈവത്വത്തെയും ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമം ഈ സിനിമാ രംഗത്തൂടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു കുഞ്ഞു ദൈവം എന്ന് പറയുന്നൊരു സിനിമ വളരെ ഭംഗിയായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിനകത്ത് അത് മുഴുവൻ കണ്ടിരിക്കുമ്പോൾ, ഞാൻ ഇന്നലെ കണ്ടത്, മുഴുവൻ കണ്ടിരിക്കുമ്പോൾ അവസാനം ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതത്തില് മതത്തിന്റെ സ്വാധീനം നഷ്ടപ്പെടുന്നതും അച്ഛനോടുള്ള ആദരവ് നഷ്ടപ്പെടുന്നതും, അവനിങ്ങനെ അവസാനം പള്ളിയിലേക്ക് അമ്മയുടെ കൂടെ പോയിട്ട് അവസാനം എനിക്ക് പള്ളിയൊന്നും വേണ്ട എന്ന മട്ടില് ഇങ്ങനെ വിദൂരങ്ങളിലേക്ക് അവൻ സൈക്കിൾ ഓടിച്ചു പോകുന്നതൊക്കെ രേഖപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഒത്തിരി യുവാക്കളെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്തുദ്ദേശിച്ചാണ് അത് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അങ്ങനെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവര് എന്തെങ്കിലും ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം മതത്തെക്കുറിച്ചോ വൈദികരുടെ പ്രവർത്തനത്തെക്കുറിച്ചോ ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആവിഷ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ മതത്തെയും വിശ്വാസത്തെയും ഒക്കെ ഒരു പരിധിവരെ അതിന്റെ അനാവശ്യമാണെന്ന് തോന്നാൻ ഇടയാകുന്ന ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ കാലത്ത് തീർച്ചയായിട്ടും കാസയൊക്കെ രംഗത്ത് വന്നപ്പോൾ പല കാര്യത്തെക്കുറിച്ചൊക്കെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് നല്ല കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും. ശ്രീ കെവിൻ പീറ്റർ, അവസാനമായിട്ട് നമുക്കറിയാം ഈ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ വളരെ സ്വാധീനം ചെലുത്തുകയുണ്ടായി. അനേകരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കാനൊക്കെ ആയിട്ട് KPSCയുടെ പല നാടകങ്ങളും അത് കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന പല സിനിമകളും വ്യക്തമായ ആശയ സംവേദനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാസ എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ചില പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതായത് ഇതുപോലെയുള്ള വിശ്വാസങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ ഇതിവൃത്തങ്ങളെക്കുറിച്ചൊക്കെ നിരീക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പേരുകളൊക്കെ മാറ്റിയും ഒക്കെ ഇനിയും ഇതുപോലെയുള്ള സിനിമകളൊക്കെ അല്ലെങ്കിൽ നാടകങ്ങളൊക്കെ ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കാസ പോലെയുള്ള സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശ്രീ കെവിൻ പീറ്റർ, ചുരുങ്ങിയ വാക്കുകൾ. അത് കാസ മാത്രമല്ല, എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട്, ഹൈന്ദവ ക്രിസ്ത്യൻ സമൂഹങ്ങൾ, വൈദികരും അൽമായരും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് കാലത്തെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി, ആ മാറ്റങ്ങൾ വരുത്താൻ എടുക്കുന്ന കാലതാമസമാണ് നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പാകപ്പിഴ എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ സൺഡേ ക്ലാസ്സുകളിൽ കർത്താവായ യേശു ക്രിസ്തുവും ഈസാ നബിയും ഒന്നാണെന്ന് പറയാൻ നമ്മൾക്ക് മടിയാണ്. മതേതരം തകരുമെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. ബൈബിളിലെ വിശുദ്ധ കന്യാമറിയവും ഖുറാനിലെ മറിയയും ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്ന കന്യാസ്ത്രീകൾ പോലുമുള്ള ഈ കാലഘട്ടത്തിൽ അത് രണ്ടും രണ്ടാണെന്ന് പറയാൻ നമ്മൾക്ക് മടിയാണ്. വ്യക്തമാക്കി എഴുതാൻ നമ്മൾക്ക് മടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടതായി വരുന്ന ഒരു കാലഘട്ടം, ആ ഒരു കാലതാമസമാണ് നമ്മൾക്ക് വിനയായി മാറുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് എല്ലാവിധ വിഭവശേഷിയും ഉള്ളപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറുവാൻ തയ്യാറാവണം. ഈ 2004 ആണെന്ന് തോന്നുന്നു ജാഗ്രതാ കമ്മീഷൻ ഒരു പ്രണയമാത തീവ്രവാദം, മാതാപിതാക്കൾ ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 പുറം വരുന്ന 2 ഷീറ്റിന്റെ ഒരു ലഘുലേഖ പ്രിന്റ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു റോമൻ പിതാവ് വന്ന് ഇപ്പോഴത്തെ പാലാ ബിഷപ്പായിട്ടുള്ള പാലാ ബിഷപ്പ് എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് അത് അന്നത്തെ ഒരു സർവേ നടത്തി. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ലഹരിക്കും ഈ ലവ് ജിഹാദിനുമെതിരെ ഒരു ലഘുലേഖ വിതരണം നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ കണ്ടെത്തലുകളിലൂടെ ഒരു ലഘുലേഖ തയ്യാറാക്കി എല്ലാ ഇടവകളും വിതരണം ചെയ്യാൻ തീരുമാനമെടുത്തു. ഏതാനും ഇടവകൾ വിതരണം ചെയ്തപ്പോൾ തന്നെ മതമൗലികവാദികളും നമ്മുടെ സഭയ്ക്കകത്തുള്ള അവരുടെ ചില കൂട്ടാളികളും ചേർന്നുകൊണ്ട് ഇല്ലാത്ത ഒരു ഭീഷണിയും ഒരു സീൻ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ വിതരണം നിർത്തിവെക്കുകയും ഈ പിതാവ് ഒരു റോമൻ പിതാവിനെ ഇവിടുന്ന് ഇറ്റലിയിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ അത്തരം ഭീഷണികൾക്ക് നിന്നു കൊടുക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുവാൻ തയ്യാറാവണം.
ടെക്നോളജിയെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സിനിമകൾ വേണ്ട, നമ്മൾക്ക് ചെറിയ ചെറിയ റീലുകൾ, ചെറിയ ഷോർട്ട് ഫിലിമുകൾ, പാട്ടുകൾ, ആൽബങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ വിശ്വാസത്തിൽ നമ്മൾ യഥാർത്ഥ കാര്യങ്ങൾ, മതസൗഹാർദ്ദം തകരുമെന്നും പറഞ്ഞുകൊണ്ട് ഇനിയും കൈകെട്ടി നിൽക്കാതെ യഥാർത്ഥ കാര്യങ്ങൾ നമ്മൾ ധൈര്യപൂർവ്വം നമ്മുടെ കുട്ടികളെ, വരും തലമുറകളെ പഠിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ വന്ന ഈ കാശ്മീർ ഫയൽസ് പോലുള്ള ഒരു ഐ ഓപ്പണറാണ് ആ ഫിലിം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മതത്തെയും അത് ഇത് ചെയ്യുകയല്ല ചെയ്യുന്നത്. അത് ഞാൻ പറയുന്നത് ആ ചിത്രം ഇസ്ലാം മത വിശ്വാസികളും കാണണം. കാര്യം അതിനകത്ത് ഇസ്ലാം മതത്തിൽ നിന്ന് IS ചേരാൻ പോയ മകളെ കെട്ടിച്ചു വിട്ട പിതാവില്ലേ, ആ പിതാവ് മകളെ കെട്ടിച്ചയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? IS അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാനാണോ? അവൾക്കൊരു നല്ല കുടുംബ ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ പിതാവ് കെട്ടിച്ചു വിട്ടത്. അല്ലെങ്കിൽ പോയ യുവാക്കൾ, അവരെയൊക്കെ വളർത്തി വലുതാക്കിയത്, വിദ്യാഭ്യാസം കൊടുത്തത്, കഷ്ടപ്പെട്ട് വളർത്തിയതൊക്കെ IS പോയി അവിടെ പോയി പൊട്ടിത്തെറിക്കാനാണോ? അല്ല. അവരെ ഈ മാതാപിതാക്കളെ പ്രായമാകുമ്പോൾ സംരക്ഷിക്കാൻ, ആ നല്ലൊരു കുടുംബജീവിതവും ആ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാനും വേണ്ടിയിട്ടാണ് യുവാക്കളെ വളർത്തി വലുതാക്കിയത്. അപ്പോൾ അവരൊക്കെ പോയി അഫ്ഗാനിസ്ഥാനിൽ നയിക്കുന്ന ജീവിതം എന്താണെന്നും അവരുടെ അവസാനം എന്താണെന്നും ഈ മുസ്ലിം സമുദായവും മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നാളെ പിള്ളേരെ ഇതേ രീതിയിലുള്ള മതമൗലികവാദ രംഗത്തേക്ക് അവരെ അയക്കാതിരിക്കൂ ആ സമൂഹം. അപ്പൊ ആ സമൂഹത്തെയും കാണാൻ അനുവദിക്കണം. പക്ഷെ അവരെ അനുവദിക്കില്ല. ആ സമൂഹത്തിലുള്ള മതപുരോഹിതന്മാരും രാഷ്ട്രീയ സംഘടനകളും ചേർന്ന് അവരെ തടയും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് എന്ത് അനീതിക്കെതിരെയായാലും നാം തുറന്ന് പ്രതികരിക്കുവാനായിട്ട് തയ്യാറാവണം. ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ബിനോയ് സൂചിപ്പിച്ചു ടോമിനെ കുറിച്ച്, ടിനി ടോം പറഞ്ഞ ഒരു കാര്യം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ ദുരന്തത്തെ കുറിച്ച് തന്റെ മുന്നിലിരിക്കുന്ന അനുജന്മാർക്കും അനുജത്തിമാർക്കും ഒരു സൂചന, ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു ക്ലാസ് കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരു നടന്റെ പല്ല് ദ്രവിച്ചിരിക്കുന്നുള്ളത് ശരിയാണ്. ഈ MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന യുവതി യുവാക്കളിൽ ക്രമേണ എല്ലിന് ക്ഷതം വരുന്നു, ഷെല്ല് ദ്രവിച്ചു തുടങ്ങുന്നു, പല്ല് ദ്രവിച്ചു തുടങ്ങുന്നു. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ അസ്ഥി ദ്രവിക്കുന്ന അവസ്ഥയിലാണ് ജനിച്ചു വരുന്നത്. അതായത് ഒരു നല്ല തലമുറ ഇനി ഉണ്ടാവില്ല. രാജ്യത്തിനും സമുദായത്തിനും ഒക്കെ ഗുണകരമാകുന്ന തലമുറകൾ ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് അവർക്കിടയിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? അദ്ദേഹത്തെ എല്ലാവരും കൂടെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ നടന്റെ വിവരം പുറത്തുവിടണം, അദ്ദേഹം പുറത്തുവിടണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഏതാനും അദ്ദേഹം അത് പറയുന്നതിനും ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന നടനെ വിലക്കിയതിനു ശേഷമുള്ള അത് സംബന്ധിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ V ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്, ഏതൊക്കെ സൈറ്റുകളിൽ ഏതൊക്കെ കാരവനകത്ത് ഇത് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. എന്നാൽ അവരോടെന്താണ് ഇവർ ചോദിക്കാത്തത്? അപ്പോൾ അതിൽ ഇരട്ടത്താത്തം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനെതിരെ ശബ്ദിക്കുന്നത് സിനിമാ താരങ്ങളായാലും പുരോഹിതരായാലും ശ്രേഷ്ഠന്മാരായാലും മറ്റും അവരെ വായടപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതിൽ കാസയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം, ഞങ്ങളുടെ ഒരു ചെറിയൊരു സംഘടനയാണ്, വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, പലവിധ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. എങ്കിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തണം, ഈ സമുദായങ്ങളെ രക്ഷപ്പെടുത്തണം. സമുദായങ്ങളും സമൂഹങ്ങളും നന്നായി നിന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം സാധിക്കുള്ളൂ. നമ്മൾക്കത് സാധിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഒരു കാലമല്ല. ഇവിടെ സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ആ യാത്രയുടെ രേഖകൾ ചോർന്നു എന്ന് പറയുമ്പോൾ 800 മീറ്റർ കൂടെ കൂട്ടി 1800 മീറ്റർ നടന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പൊ കാലമൊക്കെ മാറി. അപ്പോൾ അതിനനുസരിച്ച് ആ മാറിയ കാലത്തിനനുസരിച്ചിട്ട് ഭരണരംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മാറ്റത്തിനൊത്ത് ചലിക്കുവാൻ നാം തയ്യാറാവണം. താങ്ക് യു. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. നമുക്കറിയാം, സിനിമ പോലെ മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിവുള്ള മറ്റൊരു മാധ്യമമില്ല. എന്നാൽ അത് മതപ്രചരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുമ്പോൾ അത് തീർത്തും വൈകൃതമായി തീരുന്നു. മനുഷ്യ മനസ്സുകളെ തമ്മിലകറ്റാനും വെറുപ്പും വിദ്വേഷവും ഒക്കെ പടർത്താനും അത് കാരണമായി തീരുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വേണ്ടപ്പെട്ടവർ കൃത്യമായ സമയത്ത്, അതെ വളരെ കൃത്യമായ സമയത്ത് തന്നെ നടപടികൾ എടുക്കുവാനും ജാഗ്രതയോടെ മുന്നോട്ട് പോകുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാമസിംഹൻ, ഫാദർ മൈക്കിൾ പനച്ചിക്കൽ, ശ്രീ കെവിൻ പീറ്റർ, 3 പേർക്കും നന്ദി.